ചെയ്തു പോയ തെറ്റുകൾ പൊരുത്തപ്പെടാൻ എന്ത് ചെയ്യണം? തൗബയുടെ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിൽ തൗബന്റെ കവാടമുണ്ട്. നിങ്ങളെ മുന്നിൽ തൗബന്റെ കവാടമുണ്ട്. അത് കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. എവിടെ ഉസ്താദ് എന്റെ മുമ്പിൽ തൗബന്റെ കവാടം? എന്റെ മുമ്പിൽ മൊബൈൽ അല്ലല്ലേ, എന്റെ മുമ്പിൽ TV അല്ലല്ലേ, എന്റെ മുമ്പിൽ ലാപ്ടോപ്പ് അല്ലേ, ഞങ്ങള് അറിവ് നിലാവ് കേൾക്കല്ലേ, റംസാൻ നിലാവ് കേൾക്കല്ലേ. തൗബന്റെ കവാടം എവിടെ? ആ തൗബയുടെ കവാടം കാണാൻ ഈ കണ്ണുകൊണ്ട് കഴിയൂല, അകക്കണ്ണുകൊണ്ടേ പറ്റുള്ളൂ. ഇത് തൗബയുടെ കവാടം. ഇത് തൗബയുടെ കവാടമാണ്. 1, 2, 2.5, 3 മണിക്കൂർ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ ശ്രദ്ധ ദിക്റിലും സ്വലാത്തിലും പ്രാർത്ഥനയിലും വഅലിലും നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന ഈ മജ്ലിസ് തൗബയുടെ ഒരു കവാടമാണ്. ഈ 2 മണിക്കൂറിന്റെ ഇടയിൽ ചീത്ത പറയാനോ കുറ്റം പറയാനോ പരിഹസിക്കാനോ തിരിച്ചു പറയാനോ ഒന്നിനും നമ്മൾ സമയം കണ്ടെത്താതെ ദിക്റും സ്വലാത്തും വഅലും ആ ഒരു 2 മണിക്കൂർ ഖൽബ് അതിൽ ശ്രദ്ധിച്ചിട്ട് പേനയും നോട്ട് പുസ്തകവുമായി ഉസ്താദ് പറയുന്ന പോയിന്റുകളും ഹദീസുകളും കാര്യങ്ങളും എഴുതി വെച്ച് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിൽ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ ഇത് തൗബയുടെ ഒരു കവാടമാണ്. തൗബയുടെ കവാടങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. തൗബ ചെയ്ത് മടങ്ങണം. നമുക്ക് തൗബ ചെയ്യാതെ നമ്മൾ മരിക്കരുത്. തൗബ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. തൗബ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ഉറക്കാമയും പറയും, തൗബ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാരണം എന്തെന്നറിയോ? മഹാനായ സയ്യിദനാ അനസ് റളിയല്ലാഹു അൻഹു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ. എനിക്കൊരു ദുആ പാട്ട് ഇനിയും പാടും. പാട്ട് ഇൻഷാ അല്ലാഹ് ഇനി അവസരം പോലെ അങ്ങനെ പാട്ട്. എപ്പോഴും പാട്ടിടാൻ പറ്റില്ലല്ലോ. ബദറിൽ നിങ്ങൾ കുറെ പാട്ട് കേട്ടില്ലേ? അതിനെ പോരെ. അവസരം വരുമ്പോ നല്ല നല്ല പാട്ട് നല്ല പാട്ട് പാടി തരാം. നല്ല പാട്ട് 30 മതി. ബദറിൽ കുറെ പാട്ട് ഞാൻ പാടില്ലേ ബദറിന്? ഇൻഷാ അല്ലാഹ് ഇനി വിഷയത്തിലേക്ക് വരും. അവസരം പോലെ പാട്ട് പാടി തരാം ഇൻഷാ അല്ലാഹ്. തോനെ പാടി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയാലോ? അവ നോക്കി. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എവിടെത്തിയത്? തൗബയുടെ കവാടങ്ങൾ. അനസ് റളിയല്ലാഹു എഴുതി വെച്ചോളിട്ടോ, പോയിന്റ് ആണ്. അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വന്ന് പറഞ്ഞു, നബി എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമോ? എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമോ? ആ ദുആ നിങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ പോവാണ്. അല്ലാഹ് നല്ലൊരു ദുആ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണം. എങ്ങനത്തെ ദുആ ആവണം? അതിലെല്ലാം ഉൾക്കൊള്ളണം. അതിൽ എല്ലാം ഉൾക്കൊള്ളണം. അങ്ങനത്തെ ഒരു ദുആ ഉണ്ട്. അങ്ങനത്തെ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞാൻ ദുആരിക്കുമ്പോ അള്ളാഹ്ക്ക് എന്നെ നല്ലോണം ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണം. എങ്ങനത്തെ ദുആണ്? നമ്മൾ പറയില്ലേ, ഞാൻ ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ജോലി ചോദിച്ചു പോവാണ്, ഞാൻ ജോലി ചോദിക്കുമ്പോ അവർക്ക് എന്നെ ഇഷ്ടപ്പെടണം, അവരെനിക്ക് ജോലി പെട്ടെന്ന് തരണം, എന്റെ കാര്യമൊക്കെ അവരെ എക്സ്പെക്ട് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായിട്ട് അവരെ എന്നെ പെട്ടെന്ന് അതെന്നെ സ്വീകരിക്കണം. അതിനുവേണ്ടി ഉസ്താദ് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ നമ്മളെ വാക്ക്, ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ ഓലത് ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു വന്ന് പറയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാനൊരു ദുആ അള്ളാഹുവിനോട് ദുആയിരുന്നാല് ആ ദുആ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതിനാണ് നീ ദുആരിക്കേണ്ടത് മോനെ എന്ന് അള്ളാഹ് എന്നോട് പറയണം. എങ്ങനെ? മാഷാ അല്ലാഹ്, ഇജ്ജ് ദുആയിരുന്നല്ലോ. ഇജ്ജ് ദുആയിരുന്നത് എന്തിനാ? ഇതിനാണല്ലോ ഇജ്ജ് ദുആയിരുന്നത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ എന്ന് അള്ളാഹു നമ്മോട് തിരിച്ചു പറയണം. അങ്ങനത്തെ ഒരു ദുആ റബ്ബുൽ ആലമീനെ ഏതേക്കരപ്പാ ദുആ അല്ലേ? നിങ്ങളൊക്കെ ആലോചിക്കണ പദാണ്. നമ്മള് റബ്ബിനോട് ചോദിക്കാൻ ഒരു അവസരം കിട്ടുമ്പോ നമ്മൾ എന്തൊക്കെ ചോദിക്കും? അല്ലാഹ് എനിക്ക് നല്ലൊരു വീട് വേണം, എന്റെ വീട്ടിക്ക് ഒരു വഴി വേണം, എന്റെ വീട്ടിക്ക് എന്റെ കിണറ്റില് വെള്ളം വേണം, എന്റെ കുഴൽക്കിണറിൽ വെള്ളം വേണം. വഴി നമ്മൾ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കാരണം വഴിയില്ലാത്തതിന്റെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചവരാണ് നമ്മൾ. വീട്ടിലേക്ക് വഴിയില്ലാതെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വഴിയില്ലാത്തവരൊക്കെ നല്ല മനസ്സോടെ നിങ്ങൾ കൊടുക്കണം. കാശ് നിങ്ങൾ വാങ്ങിക്കോളി, എങ്കിലും അത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് വലിയൊരു ഭാഗ്യക്കാരം, വലിയൊരു അവസരക്കാരം, വലിയൊരു തൗഫീക്കായിരിക്കും. നമ്മളിപ്പോ വാഹനം ഓടിച്ചിട്ട് കണ്ടില്ല,
കണ്ടില്ല നിങ്ങൾ? ഈ പാടത്തിന്റെ ഈ രണ്ട് സൈഡ് പാടക്കരം, അതിന്റെ നടുഭാഗത്തിലൂടെ ഒക്കെ നമ്മളിങ്ങനെ വാഹനം ഓടിച്ച് പോകുമ്പോൾ എന്തൊരു മനോഹരമാണ്. പക്ഷെ നമ്മൾ അവിടെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ വഴി, ഈ പാടമുള്ള ആളുകളാണല്ലോ ഈ വഴി കൊടുത്തത്. ഓൽക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു കൂലി എത്രയാണ്? സംഗതി പോലെ കാശിനാണെങ്കിലും കൊടുത്തത് ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, ആയിക്കോട്ടെ. 1 ലക്ഷമോ 2 ലക്ഷമോ എത്ര പോലും പറഞ്ഞ കാശിനാണ് വഴി കൊടുത്തത്. പഞ്ചായത്ത് റോഡാണെങ്കിലും അതല്ല ഒരു വീട്ടിലേക്കുള്ള വഴിയാണെങ്കിലും എന്താണെങ്കിലും കാശിനാണ്, ഇരിക്കട്ടെ. ഇനി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ. പക്ഷെ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്? ആ റോട്ടിലൂടെ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോ, ആ റോട്ടിലൂടെ ഒരാള് വഴി നടന്ന് അപ്പുറത്ത് അങ്ങാടിയിലെത്തുമ്പോ അതിന്റെയൊക്കെ ഒരു കൂലി അള്ളാഹു നമുക്ക് തരല്ലേ? അത് നമ്മൾ പലരും ആലോചിക്കുന്നില്ല. അത് നമ്മൾ പലരും ആലോചിക്കല്ലേ, ഞാൻ വിട്ടുകൊടുക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം. പക്ഷെ ഉണ്ടെങ്കിൽ ഓലെ ഉമ്മരപ്പടിക്കൂടാണ് പോണത്, അപ്പൊ പിന്നെ വേറെ ഒപ്പില്ലല്ലോ. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. നമ്മൾ വിട്ടുവീഴ്ചയുടെ അണികളായി മാറണം. കരുണയുള്ളവരായി നമ്മൾ മാറണം. സ്നേഹമുള്ളവരായി നമ്മൾ മാറണം. സൗഹാർദ്ദം നിലനിർത്തുന്നവരായി നമ്മൾ മാറണം. പാകപ്പിഴവുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനെയെല്ലാം ക്ഷമയോടെ നേരിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നമ്മൾ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ക്ഷമിച്ചു നിന്നാൽ അള്ളാഹു നമുക്ക് അവസാനം വിജയം തരും. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. വളരെ ശ്രദ്ധയോടെ ഈ ഹദീസ് നോക്കി വെച്ചോളി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയാണ്, നബിയെ ഒരു ദുആനെ പഠിപ്പിച്ചത്. എങ്ങനത്തെ ദുആണ്? ആ ദുആ അള്ളാഹു ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു ദുആണ്. ഏതാണ് ആ ദുആ? എന്തിനെ കുറിച്ചിട്ടായിരിക്കും ആ ദുആനെ? എന്തിനെ കുറിച്ചിട്ടായിരിക്കും? മുത്തുനബി പറഞ്ഞു കൊടുത്തത് ആരാ പറയാ? നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ദുആരുന്ന മോനെ, ഇങ്ങനെ ദുആരുന്നാല് അള്ളാഹുവിന് എന്നെ വലിയ ഇഷ്ടക്കാരാം. ഏതാണ് ദുആ അറിയുന്നത്? ഏതാണ് ദുആ? നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. ആ ദുആ എന്ന് ഞാൻ പറഞ്ഞുതരും. അത് പറഞ്ഞാൽ 5 വക്ത് നിസ്കാര ശേഷം അപ്പൊ ആർക്കും അറിയില്ല. ചില ആളുകൾ പറയുന്നുണ്ട്, ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ചില ആളുകൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങളോടൊന്ന് ചോദിച്ചതാണ്. ചില ആളുകളൊക്കെ അതിൽ ഉത്തരം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താന്നല്ലേ ഞാൻ ഇപ്പൊ പറയില്ല. കുറെ ആളുകള് അതിൽ ഉത്തരം എഴുതി. ഫേസ്ബുക്ക് ഒന്ന് നോക്കട്ടെ. അതിലും പറയുന്നുണ്ട് എന്നാ കേട്ടോളി. ഇന്ന് പറയാൻ പോവാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തൗബയുടെ കവാടങ്ങൾ എന്ന പവിത്രമായ ഈ വിഷയം കേട്ടിരിക്കുന്ന റമദാൻ നിലാവിന്റെ കുടുംബങ്ങളോട് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദുആണ്. നിങ്ങളെ മനസ്സ് തുറന്നു വെച്ച് നിങ്ങളെ കേൾക്കൂ പ്രിയപ്പെട്ടവരെ. തൗബയുടെ കവാടങ്ങൾ എന്ന 1-ാം ഭാഗം പരിശുദ്ധ റമദാൻ വിട പറയുമ്പോ അവസാന 10-ലെ 21-ാം നോമ്പ് സാക്ഷിയാക്കിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനസാഗരങ്ങളെ വഅദ് കേട്ടുകൊണ്ടിരിക്കുമ്പോ സ്നേഹത്തോടെ അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ച ചോദ്യമാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, എനിക്കൊരു ദുആ തങ്ങൾ പറഞ്ഞു തരൂ നബിയേ. അത് എങ്ങനത്തെ ദുആ ആവണം? ഞാനത് അല്ലാഹുവിനോട് ദുആർന്നാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമുണ്ടാവണം നബിയേ. അല്ലാഹുവിന് ആ ദുആ നല്ലതുപോലെ ഇഷ്ടപ്പെടണം നബിയേ. എല്ലാ ദുആവും അല്ലാഹുവിന് ഇഷ്ടം തന്നെയാണ്. എല്ലാ ദുആവും അല്ലാഹുവിന് ഇഷ്ടം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു ദുആനെ കുറിച്ച് തങ്ങൾ പറഞ്ഞു തരവോ? അത്രയും വലിയ മഹത്വമുള്ള ഒരു ദുആനെ കുറിച്ചിട്ട് തങ്ങളെ പറഞ്ഞു തരുമോ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത മറുപടി അറിവിന്നിലാവിന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാൻ തയ്യാറായിരുന്നോ ഉമ്മമാരെ, ബാപ്പമാരെ? മുത്താറ്റുൽ റസൂലുള്ള
പറയുകയാണ്, ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം മനസ്സേ, ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം മനസ്സേ. ആ ദുആ പറയുന്നതിന് മുമ്പ് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അനസേ. അതിൽ നിന്ന് ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാ ദിവസവും ഞാൻ ആ ദുആ ചെയ്യാറുണ്ട് അനസേ. നബി മുഹമ്മദ് മുസ്തഫ ആ ദുആന്റെ ഒന്നാമത്തെ പ്രത്യേകത ഏതാ? എന്റെ റമളാനിലാവിന്റെ ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ? എന്റെ റമളാനിലാവിന്റെ ബാപ്പമാരെ കേൾക്കുന്നുണ്ടോ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ആ ദുആ ഞാൻ പറഞ്ഞു തരാം മനസ്സേ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു പ്രത്യേകത നീ മനസ്സിലാക്കണം മോനെ. ഒരു ദിവസവും ഒഴിവില്ലാതെ ഞാൻ ആ ദുആ എപ്പോഴും ചെയ്യാറുണ്ട് അനസേ. ഇത് കേട്ടപ്പോ അനസ് തങ്ങൾക്ക് വല്ലാത്ത കൗതുകം തോന്നി. ഏത് ദുആ ആണ് റബ്ബേ? മുത്തു റസൂലുള്ള എപ്പോഴും ദുആ ചെയ്യുന്ന ദുആ ആണെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും റബ്ബിനോട് പറയുന്ന ദുആ ആണെന്ന് പറയുമ്പോ, 5 വക്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്തു റസൂലുള്ള യജമാനനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മനസ്സ് തുറന്നിട്ട് ദുആ ചെയ്യുന്ന ദുആ ആണെന്ന് ആരംഭ റസൂലുള്ള പറയുമ്പോ, ആ ദുആന് അല്ലാഹു നൽകിയ മഹത്വം എത്രയാണ്. അപ്പൊ ഒന്നാമത്തെ മഹത്വം അതാണ്. എന്ത്? അല്ലാഹുവിന്റെ റസൂൽ അത് ദുആ ചെയ്യാറുണ്ട് എന്നാണ്. ഇനി രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകള് ആ ദുആന് ആമീൻ പറയുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ. ആ ദുആ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാൻ പോവാണ്. അത് പറയുമ്പോൾ എല്ലാവരും കേട്ടിരിക്കണം, എല്ലാരും കേട്ടിരിക്കണം. അത് പറഞ്ഞ ഉടനെ 3 വട്ടം ഇവിടുന്ന് ദ്വാരക്കം വേണം. അരക്കൂലേ? 3 വട്ടം ഇൻ ദ സ്പോട്ടിൽ ദ്വാരിക്കണം. 3 വട്ടം. മുത്തുനബി പറഞ്ഞു, ഞാൻ എപ്പോഴും ദ്വാരിക്കാറുണ്ട് ആ ദുആള്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എഴുതിക്കൊള്ളി. രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ദുആന് ആമീൻ പറയാൻ അല്ലാഹുവിന്റെ മലക്കുകളുള്ള സഹാബ, അല്ലാഹുവിന്റെ മലക്കുകളുള്ള സഹാബ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള റബ്ബിന്റെ മലക്കുകളെ, ആ മലക്കുകൾ ആ ദുആന് ആമീൻ പറയുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, 2 പ്രത്യേകതയായി. ഇനി മൂന്നാമത്തെ പ്രത്യേകത പറയട്ടെ. ഇത് മുത്തുനബി പറഞ്ഞതല്ല, മഹാന്മാര് പറഞ്ഞതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ആ ദുആ ഒരാള് മനസ്സറിഞ്ഞ് എപ്പോഴും ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടിയിട്ടല്ലാതെ അവൻ മരണപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു വലിയ പവറുള്ള ദുആ കാണുക ദുആണ്. എന്തോ ഒരു വലിയ മഹത്വമുള്ള ദുആ കാണുക ദുആണ്. ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളോ റബ്ബിനോട് ദുആ എപ്പോഴും 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 ചോദിച്ചു കൊണ്ടിരുന്ന, മരിക്കുന്നതിന് മുമ്പേ ഒരിക്കലെങ്കിലും അല്ലാഹ് അതിന്റെ അവസരം തരുമടാ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഇക്കമാരെ, എന്റെ ഇത്തമാരെ, ആ ദുആ നമ്മളെ മനസ്സറിഞ്ഞ ദുആ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും അത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ്. ഇനി 4മത്തെ പ്രത്യേകത കൂടിയുണ്ട്. നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെക്കണേ. 4മത്തെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്നറിയോ? ആ ദുആ നിങ്ങൾ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏടിന്റെ അകത്ത് രേഖപ്പെടുത്തിയ തെറ്റുകുറ്റങ്ങള് അല്ലാഹു നമുക്ക് മായ്ച്ചു കളയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. 4 പ്രത്യേകതയായി. 4ഉം പറഞ്ഞതിന്റെ ഒരു 4ഉം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. 4മത്തതൊരു വല്ലാത്ത പ്രത്യേകത എന്ത്? ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ നമ്മുടെ ഏടിന്റെ അകത്ത് നിന്ന് അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. ചെയ്തുപോയ പാപഭാരങ്ങളെ നമ്മുടെ കിതാബിന്റെ അകത്ത് നിന്ന് അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. അത്രയും വലിയ മഹത്വം, അത്രയും വലിയ പവറ്, അത്രയും വലിയ സ്ട്രോങ് ദുആ ആണ് ആ ദുആ. അല്ലാഹുവേ,
അല്ലാഹുവേ മരണം വരെ അത് കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാ. ഇനി അഞ്ചാമത്തൊരു പ്രത്യേകത കൂടി പറയുകയാണ്. അത് പറഞ്ഞിട്ട് നമ്മൾ ആ ദുആ ചൊല്ലട്ടെ. അഞ്ചാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? ആ ദുആ ചെയ്യുന്ന ഉമ്മയും ബാപ്പയും ആരാ? അവർ ഈമാൻ കിട്ടാതെ മരിക്കൂല, അവർ ഈമാൻ കിട്ടാതെ മരണപ്പെടൂല. 5 പ്രത്യേകതകളാണ് ഈ ദുആന് പറഞ്ഞിട്ടുള്ളത്. 5 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഈ ദുആക്ക് പറഞ്ഞിട്ടുള്ളത്. ആ 5 പ്രധാനപ്പെട്ട പ്രത്യേകതകളെ ആരെങ്കിലും ഒരാളെ കമന്റിൽ എഴുതി വിടണം. അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ, മറ്റുള്ളവരത് പഠിക്കട്ടെ, അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർ കൂടി മനസ്സിലാക്കിയിട്ട് ആ ദുആ ചെയ്യട്ടെ. അത്രയും വലിയ മഹത്വമുള്ള ദുആണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്ന ദുആ, മലക്കുകൾ ആമീൻ പറയുന്ന ദുആ, അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം കൊടുക്കുന്ന ദുആ, നമ്മുടെ ഏടിൽ നിന്ന് തിന്മകളെല്ലാം മായ്ച്ചു കളയുന്ന ദുആ, മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിക്കൂല. അത്രയും വലിയ മഹത്വമുള്ള ഈ 5 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അടങ്ങിയ ദുആ ഏതാണ് നബിയേ? ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദുആ ചെയ്തോ മോനെ, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. 3 ദുആ. അതിൽ നിന്ന് ഒന്നാണ് പ്രധാനപ്പെട്ടത്. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. മൂന്നിട്ട് എല്ലാവരും പറഞ്ഞി ആ മുത്തുനബി ദുആന ദുആണ്, വെറുതെ ആക്കല്ലേ. ആ 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് തൽക്കാലത്തിന് ആ കൈ ഒന്നവിടെ വെക്കി. എന്നിട്ട് 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ് എല്ലാവരും ഒരു 3 വട്ടം ചൊല്ലുകയാണ്. മുത്തുനബി ദുആനതാണ്, മലക്കുകൾ ആമീൻ പറയുന്നതാണ്, പിന്നെന്താ ഏടിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. പിന്നെന്താ ഏടിൽ നിന്ന് മായ്ച്ചു കളയും. മരിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം തരും. മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിക്കൂല. അല്ലാഹ് ആ 2 കൈ ഉയർത്തിപ്പിടിച്ചും ചൊല്ലി അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. പറയ് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ ജഅൽനാ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ് മിനത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തെറ്റ് ചെയ്ത് പശ്ചാത്താപിച്ച് നിന്നിലേക്ക് മടങ്ങുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമുള്ള തൗബ ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. വജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒരു 3 തവണ എല്ലാവരും ചൊല്ലി വജഅൽനാ മിനൽ മുതതഹിരീൻ, വജഅൽനാ മിനൽ മുതതഹിരീൻ, വജഅൽനാ മിനൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ അകം ശുദ്ധിയാകണമല്ല, ഞങ്ങളെ പുറം ശുദ്ധിയാകണമല്ല, ഞങ്ങളെ മനസ്സ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ ഖൽബ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ കണ്ണ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ നാവ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ കാത് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ തലച്ചോറ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ മനസ്സ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ വയറ് ശുദ്ധിയാകണമല്ല, ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയാവണമല്ല, കുടിക്കുന്ന വെള്ളം ശുദ്ധിയാവണമല്ല, ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തസിരകളിലൂടെ ഞരമ്പുകൾക്കുള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ശരീരത്തിലെ രക്തമല്ല അത് ശുദ്ധിയാകണമല്ല. ഞങ്ങൾ
ഞങ്ങളെ അകവും പുറവും ശുദ്ധിയാക്കണമല്ലാ. ശരീരം ശുദ്ധിയാവണ്ടേ, കണ്ണ് ശുദ്ധിയാവല്ലെങ്ങനാ, കാത് ശുദ്ധിയാവല്ലെങ്ങനാ, നാവ് ശുദ്ധിയാവല്ലെങ്ങനാ. അതിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി മൂന്നാമത്തെ ദുആ ഏതാണ്? വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ. എല്ലാവരും മൂന്നെട്ടം ദുആയിരിക്കും. വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ, വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ, വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ. ഈ മൂന്ന് ദുആ മറക്കല്ലേ, മറക്കല്ലേ. ഇപ്പോൾ തന്നെ ദുആ ചെയ്യുക, അതിപ്പോൾ തന്നെ എഴുതി വെക്കുക, അതിപ്പോൾ തന്നെ മനഃപാഠമാക്കുക. സുബഹി കഴിഞ്ഞാൽ, ളുഹ്ർ കഴിഞ്ഞാൽ, അസ്ർ കഴിഞ്ഞാൽ, മഗ്രിബ് കഴിഞ്ഞാൽ, ഇശാ കഴിഞ്ഞാൽ മുത്ത് റസൂലുള്ള ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളെല്ലാം ചൊല്ലിയിട്ട് ദുആ ചെയ്യുമല്ലോ. ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ ഉമ്മ, ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ ബാപ്പാ. ഒന്നെല്ലാവരും ഒന്ന് ദുആർന്നാണി. മാഷാ അല്ലാഹ്. ബിസ്മില്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഒന്നുകൂടി. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഒന്നുകൂടി. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. എല്ലാവരും മുഖം തടവി, എല്ലാവരും മുഖം തടവി. എത്ര വലിയ മഹത്താണ് ഇത്. വായന് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലോ, ഇത്ര വലിയ മഹത്തുണ്ടേനോ. എത്ര മഹത്താ നമ്മൾ പറഞ്ഞത്? 5 എണ്ണം അല്ലേ? അത് കിതാബ് നോക്കിയപ്പോ 5 എണ്ണം കിട്ടിയപ്പോ അത് പറഞ്ഞതാണ്. ഇനി കുറെ മഹത്തുണ്ടായിരുന്നു, ഒരുപാടുണ്ട്. നോക്കാൻ ഇൻഷാ അല്ലാഹ് സമയം പോലെ നോക്കിയിട്ട് ഇനിയും പറഞ്ഞുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒന്നെന്താ? ഒന്നാമത്തെ ശ്രേഷ്ഠത എന്താ? വേം പറയും. ഒന്നാമത്തെ ശ്രേഷ്ഠ വേം പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ ഈ മാലെടുത്ത് ഇപ്പൊ ഞാൻ എറിയും. വേം പറഞ്ഞാലേ ഒന്നാമത്തെ ശ്രേഷ്ഠത എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഒന്നാമത്തെ ശ്രേഷ്ഠത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. മുത്തുനബി ദുആക്കുന്ന ദുആയല്ലേ, അതിൽ വലിയ ശ്രേഷ്ഠതയല്ലേ. പിന്നെ രണ്ടാമത്തെ 5 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരോ ഒരാൾ 5 എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ മുത്തുനബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ദുആ. 1. രണ്ടെന്താ? റഹ്മത്തിന്റെ മലക്കുകൾ ആമീൻ പറയും. 2. റഹ്മത്തിന്റെ മലക്കുകൾ ആമീൻ പറയും. പിന്നെ 3. മരിക്കുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. ചെയ്തു പോയ തെറ്റുകൾ ഏടിൽ നിന്നും മായ്ക്കപ്പെടും. മാഷാ അല്ലാഹ്. 4. ഈമാൻ കിട്ടാതെ മരിക്കൂല. 5. അയ്വാ മാഷാ അല്ലാഹ്. 5 മഹത്വങ്ങളും രേഖപ്പെടുത്തിയ ദുആ. 5 മഹത്വങ്ങളും രേഖപ്പെടുത്തിയ ദുആ. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ദുആ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ മാത്രം ദുആർന്നാ പോരാ. ഇക്ക വീട്ടിലേക്ക് വരുമ്പോ ഇക്കാനോട് പറയാം. പിന്നെ ഇന്ന് അങ്ങനെയുണ്ട് ചില ആളുകള് എല്ലാ ദിവസവും എഴുതി വെച്ചത്, എല്ലാ ദിവസവും നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത് ജോലി കഴിഞ്ഞ് ഭർത്താവിന് വന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കും. ഇന്ന് അറിവ് നിലാവില്, ഇന്ന് റമളാൻ നിലാവിൽ ഉസ്താദ് പറഞ്ഞ വാഴ് അതെന്തൊക്കെയാ? ഇതാണ് ഇന്ന ഈ ചരിത്രം, ഇന്ന ഈ ചരിത്രം. അങ്ങനെ ചോദിക്കണോലുണ്ട്. ഭർത്താവ് എന്ന് ചോദിക്കും, അല്ല ഇന്ന് ബദ്രയുദ്ധം എവിടെ എത്തി, എന്തായി, അസ്വദ് പോയോ? ഭർത്താവ് ചോദിക്കണ ചോദ്യമുണ്ട്. കാരണം ഭാര്യ എഴുതി വെച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കും ഭർത്താവിന് രാത്രി വരുമ്പോ. പോലെ കുടുംബജീവിതം. ഞാൻ തമാശ പറയില്ല, അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് പറയണം. ഉസ്താദ് എന്റെ പെണ്ണ് എന്നും എഴുതി വെക്കും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല്, ജോലി കഴിഞ്ഞ് വന്നാല് ഓൾക്ക് അതിങ്ങനെ വായിക്കണ പണിയാണ്. കൂട്ടത്തില് പാട്ടൊക്കെ പാടലുണ്ട്, പക്ഷെ പാട്ട് രീതിയൊക്കെ വേറെ കുളത്തിലാ പോകുക. അപ്പൊ ഞാൻ ചോദിച്ചു ഈ പാട്ട് ഇങ്ങനെയും പാടല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ എല്ലാം എഴുതിയേക്കണ സഹോദരിമാരുണ്ട്, എല്ലാം എഴുതിയേക്കണ സഹോദരങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. ഓലൊക്കെ അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഈ ദുആ എഴുതി വെക്കുക. എന്നിട്ട് ഇക്ക വരുമ്പോ കാക്ക പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതകളുണ്ട്. 5 ശ്രേഷ്ഠതയുള്ള ദുആ ആണ്, 5 മഹത്വമുള്ള ദുആ ആണ്. അത് ദുആറിന് വേണ്ടിട്ടോ. എന്താ ദുആഴേ? അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. അല്ലാഹുവേ, ഇനി അതിന്റെ അർത്ഥം പറയട്ടെ. തൗബയുടെ കവാടങ്ങൾ എന്ന വിഷയം റമളാൻ നിലാവിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, തൗബയുടെ കവാടങ്ങൾ എന്ന പ്രസക്തമായ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന റമളാൻ നിലാവിന്റെ കുടുംബങ്ങളെ,
തൗബയുടെ കവാടം നമ്മൾ തുറക്കുകയാണ്. തൗബയുടെ കവാടം നമ്മൾ തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ജഅൽനാ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ് മിനത് തവ്വാബീൻ. അതിന്റെ അർത്ഥമാണ് പറഞ്ഞത് തൗബ ചെയ്യുന്നവരെ കൂട്ടത്തിലെ. തൗബ ചെയ്യാൻ ഒരു ഭാഗ്യം വേണം. അതെല്ലാവർക്കും കിട്ടൂല, അതെല്ലാവർക്കും അല്ലാഹ് കൊടുക്കൂല. തൗബല്ലേ, അതിപ്പോ നാളെ മറ്റന്നാളോ ഇപ്പൊ എത്ര ദിവസം ഉണ്ട്, ഇനിയിപ്പോ എത്ര റമളാൻ നമുക്ക് വരാൻ കിടക്കണ്. എനിക്ക് ആകെ 40 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ആകെ 25 വയസ്സായിട്ടുള്ളൂ. ഓ ഇപ്പൊ തന്നെ തൗബ ചെയ്യണ്, ഇനി എത്ര തെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. തൗബ കുറച്ചുണ്ട് ചെയ്താ പോരെ. അതൊക്കെ പ്രായമുള്ളവർക്ക് പറഞ്ഞതല്ലേ, അതൊക്കെ വയസ്സന്മാർക്ക് പറഞ്ഞതല്ലേ. അങ്ങനെയല്ല, എല്ലാരും തൗബ ചെയ്യണം, എല്ലാരും തൗബ ചെയ്യണം. കാരണം എന്താ, എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? പ്രായമുള്ളവർക്ക് മാത്രമല്ല തൗബ, അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് മാത്രമല്ല തൗബ, അല്ലെങ്കിൽ ഉമ്മമാർക്ക്, പ്രായമുള്ള ഉമ്മമാർക്ക് മാത്രമല്ല തൗബ, എല്ലാവരും ചെയ്യാനില്ലാണ് തൗബ. എല്ലാരും മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. തൗബയുടെ രൂപം എന്നല്ല പറഞ്ഞു, ഒരു തെറ്റ് ചെയ്യാ ഒരു തൗബ ചെയ്യാ, ഒരു തെറ്റ് ചെയ്യാ അടുത്ത തൗബ ചെയ്യാ. അങ്ങനെയല്ല, മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യാം, മനസ്സിൽ തട്ടിയിട്ട്. അല്ലാഹുവേ ജഅൽനാ മിനത് തവ്വാബീൻ. തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിലെ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. തൗബയൊന്നും വേണ്ട, പക്ഷാതാപമൊന്നും വേണ്ട, പാപമോചനമൊന്നും വേണ്ട. റമളാൻ എനിക്ക് വേണ്ട, എനിക്ക് റമളാനിന്റെ മഹത്വം വേണ്ട, എനിക്ക് ഒറ്റയിട്ട രാവിന്റെ മഹത്വം വേണ്ട, എനിക്ക് ഖുർആൻ വേണ്ട, സ്വലാത്ത് വേണ്ട, ദിക്ർ വേണ്ട, നിസ്കാരം വേണ്ട. റബ്ബ് എന്ന ഒരാൾ ലോകത്തെ പടച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് നിരീശ്വരവാദവുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളെ, അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ അദാബിനെ കുറിച്ചിട്ട് അവരൊരിക്കലെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ? നല്ല മനസ്സോടെ, സ്നേഹ മനസ്സോടെ പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയണേ, പരിശുദ്ധ ദീനിനെ കുറിച്ച് നിങ്ങൾ അറിയണേ. പറ്റിപ്പോയ അമലയിൽ നിന്ന് പിന്മാറി സഞ്ചരിക്കുന്ന റൂട്ട് മാറ്റിയിട്ട് യഥാർത്ഥ ദീനിന്റെ വക്താവളാവാൻ സ്നേഹത്തോടെ നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ പരിശുദ്ധ ദീനിനെ സ്നേഹത്തോടെ നിങ്ങൾ മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ. തെറ്റിദ്ധരിച്ചവരെല്ലാം മടങ്ങി വരണേ, പരിശുദ്ധ ദീനിനെ തെറ്റിദ്ധരിച്ചവരെല്ലാം മടങ്ങി വരണേ. നിരീശ്വരവാദവുമായി പോകുന്ന ആളുകളോട് സ്നേഹത്തോടെ പറയുകയാ, അല്ലാഹുവില്ല എന്ന് പറയുന്നവരോട് സ്നേഹത്തോടെ പറയുകയാ, ഈ പ്രപഞ്ചമാണ് ദൈവമെന്ന് പറയുന്നവരോട് സ്നേഹത്തോടെ പറയുകയാ, കാറ്റും മഴയും പ്രകൃതിയാണ് ദൈവമെന്ന് വിശ്വസിച്ച് നടക്കുന്നവരോട് സ്നേഹത്തോടെ പറയുകയാ, നിങ്ങൾക്ക് വൻ പരാജയമാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് വലിയ പരാജയമാണ് വരാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്മാറി തൗബ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ദീനിനെ മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, തോന്നിയതുപോലെ തോന്നിവാസം ചെയ്ത് പറയാനും ജീവിക്കാനും ആടാനും പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എന്റെ മതമെന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാ പൊന്നു പെങ്ങളെ, സ്നേഹത്തോടെ നിന്നെ വിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കോളേജുകളിലും കലാലയങ്ങളിലും പുതിയ കാലത്തുള്ള പുതിയ അറിവുകൾ നമ്മളെ നുകർന്നെടുക്കുമ്പോ, നമ്മുടെ യജമാനനായ റബ്ബിനെ നമ്മൾ കൊച്ചാക്കുന്ന പല പ്രവർത്തനങ്ങളും പല വാക്കുകളും പല പ്രഭാഷണങ്ങളും നിങ്ങൾ കേൾക്കുമ്പോ, അതിലൊന്നും മനസ്സ് ചാടി വീഴാതെ, അതിലൊന്നും മനസ്സിന് ചാഞ്ചാട്ടം കൊടുക്കാതെ, നിരീശ്വരവാദികളുടെ ഒരു പ്രഭാഷണത്തിന് പോലെ കാതു കൊടുക്കാതെ, അതിന് വേണ്ടി ഒരു സെക്കൻഡ് പോലെ സമയം ചെലവഴിക്കാതെ, അതിലൊക്കെ നമ്മളെ പെട്ടുപോയാ നമ്മുടെ ഈമാൻ കടന്നു പോകും ചെറുപ്പക്കാരാ. അതിലൊക്കെ നമ്മളെ പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും പെങ്ങളെ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയാ, സ്നേഹത്തോടെ പറയാൻ, തൗബ ചെയ്യാൻ നമുക്ക് മരിക്കാൻ പറ്റൂല. നമുക്കെല്ലാവർക്കും തൗബ ചെയ്യണം. അതിന് ഇന്ന പ്രായമെന്നുള്ളതില്ല, അതിന് ഇന്ന സമയമെന്നുള്ളതില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം മനസ്സേ. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഖിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹ് എന്നെ തൗബ ചെയ്യുന്നവരെ
ചെയ്യുന്നവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം അല്ലാ. പക്ഷാതാപം നടത്തുന്നവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം അല്ലാ. സുബഹി കഴിഞ്ഞാല് മറക്കല്ല മോളെ, മറക്കല്ലേ. നിസ്കാരക്കുപ്പായം അഴിച്ചു വെച്ച് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മുത്തുനബി ദുആ ചെയ്ത ദുആ ഒന്ന് 3 വട്ടം പറയൂ ഉമ്മ, 3 വട്ടം പറയൂ പെങ്ങളെ. ചെറുപ്പക്കാരെ, മനസ്സ് തട്ടിയിട്ട് നമ്മൾ ആ ദുആ ഒന്ന് 3 വട്ടം പറയുക. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹ്ഹിരീന വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ. തൗബ ചെയ്യാതെ എന്നെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ ദുആ ഞാൻ ചെയ്തതാണ് സവാബ, ഈ ദുആ ഞാൻ നടത്തിയതാണ് സവാബ. മുത്തുനബി ചെയ്ത ദുആ അല്ലാഹ് തട്ടിക്കളയോ? മുത്തുനബി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹ് തട്ടിക്കളയോ? മുത്തുനബി പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് അല്ലാഹ് ഉജാബത്ത് കൊടുക്കൂലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുത്തു റസൂലുള്ളാഹിന്റെ ദുആ ആണ്. തൗബയുടെ കവാടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിയണേ, ഇത് മുത്തുനബിയുടെ ദുആ ആണ്. അതുകൊണ്ട് ഉമ്മ, നിങ്ങളിത് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക ഒരു പരിഗണന അല്ലാഹ് നിങ്ങൾക്ക് തരൂ. കാരണം എന്താണ്? ഇത് മറ്റുള്ള ദുആകളെ പോലെയല്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ദുആ, ഇത് ആരംഭ റസൂലുള്ള ദുആ ചെയ്ത ദുആ, ഇത് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനോട് പറഞ്ഞ ദുആ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടാവും, അതിൻ്റെതായ ഒരു പ്രത്യേകത ഉറപ്പാണ്. മുത്തുനബി പറഞ്ഞ ദുആ ആകുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. ദുആ ഇപ്പൊ എന്തൊക്കെയുണ്ട്? അല്ലാഹ് എനിക്ക് ആൺകുട്ടീനെ തരണം, ദുആ ആണ്. എനിക്ക് പെൺകുട്ടീനെ തരണം, ദുആ ആണ്. എനിക്ക് 2 മക്കളെ തരണം, ദുആ ആണ്. എനിക്ക് 3 മക്കളെ ഒരുമിച്ച് തരണം, ദുആ ആണ്. അവ മുത്തുനബി ഇങ്ങനെ ദുആയിരുന്നോ? മുത്തുനബി മക്കളെ തരണം എന്ന് പറഞ്ഞ ദുആയിരുന്നിട്ടുണ്ട്. പക്ഷെ മുത്തുനബി ദുആ ചെയ്ത അതേ വേർഡ് എടുത്ത് ദുആ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ? അല്ലേ? ഖുർആൻ പറഞ്ഞതാണ്. അതേപ്രകാരം മുത്തുനബി എടുത്ത് ദുആയിരുന്നാണ്. അതെടുത്ത് ദുആയിരിക്കുമ്പോൾ ഒരു വേറെ പ്രത്യേകതയാണ്. ആണല്ലോ? ആണോ? ഇല്ലേ? അങ്ങനൊന്നും ഇല്ലേ? എന്തെങ്കിലൊന്നും പറയാത്ത അങ്ങനൊന്നും ഇല്ലേ? ആ ഉണ്ട്. മുത്തുനബി എടുത്ത് ദുആ ചെയ്തതാവുമ്പോ അതിന് വേറെ പ്രത്യേകത ഉണ്ട്, അതിന് വേറെ പ്രത്യേകത ഉണ്ട്. അത് ഉറപ്പാണ്, അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്നത് ഒരു പ്രത്യേകത. രണ്ടാമത്തേതോ, മലക്കുകൾ ആമീൻ പറയും. സുബ്ഹാനല്ലാഹ്. ആര്? മലക്കുകൾ ആമീൻ പറയും. മലക്കുകൾ ആമീൻ പറയും. അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്യാത്തവരാണ്, അല്ലേ? മലക്കുകൾ അങ്ങനെയാണല്ലോ. ഓലെന്ത് ചെയ്യില്ല, ഓർക്ക് തെറ്റൊന്നുമില്ല, ഓല് തെറ്റൊന്നും ചെയ്യൂല. അല്ലാഹ്. അപ്പോ മലക്കുകളെ മലക്കുകൾ ആമീൻ പറയുന്ന ദുആ, മലക്കുകളെ ആമീൻ പറയുന്ന ദുആ ആണ്. അപ്പോൾ അല്ലാഹു എന്തായാലും സ്വീകരിക്കും. മലക്കുകൾക്ക് വരെ ഇഷ്ടമാണ്. പിന്നെയോ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദുആ ആണ്. ഈ ദുആ ചെയ്യുന്നവന് അല്ലാഹു വരെ ഇഷ്ടമാണ്. ഈ ദുആ ചെയ്യുന്നവളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് ഏത് വസ്ത്രം ധരിച്ചാലും, അഥവാ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാലും, നല്ല മോശമായ വസ്ത്രം ധരിച്ച ഒരാൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് അങ്ങാടിയിലൂടെ പിച്ചയുമായി നടക്കുന്ന ആളാണ്. അവരും അല്ലാഹുവിനോട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അവരിലേക്കും അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കും. അപ്പൊ അല്ലാഹുവിന്റെ വലിയൊരു സ്നേഹം ഈ ദുആയിലൂടെ അല്ലാഹു നമുക്ക് തരികയാണ്. ഇനി മറ്റൊരു പ്രത്യേകത പറയട്ടെ. മുത്തു റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ഈ ദുആന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ ഏടിൽ നിന്ന് നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. ദുആ ചെയ്യേണ്ടതുപോലെ ദുആ ചെയ്തു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏടുകളിൽ നിന്ന് പാപഭാരങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. അല്ലാഹുവേ, ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളെ ഏടിൽ നിന്ന് മായ്ച്ചു കളയണമല്ലാ, മായ്ച്ചു കളയണേ അല്ലാ.
മാത്രമല്ല ഇനി മറ്റൊരു പ്രത്യേകത പറയട്ടെ, മരിക്കുന്നതിന് മുമ്പ്, മരണപ്പെടുന്നതിന് മുമ്പ് അവൻ ഈ ദുആഹിനുള്ള ഉത്തരം കൊടുക്കുമെന്ന, അഥവാ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ തൗബ ചെയ്യാൻ അല്ലാഹു അവന് അവസരം കൊടുക്കുമെന്നാണ്. തൗബ ചെയ്യാനൊരു അവസരം വേണ്ടേ? തൗബ ചെയ്യാനൊരു ചാൻസ് വേണ്ടേ? തൗബ ചെയ്യാനൊരു സമയം വേണ്ടേ? തൗബ ചെയ്യാനുള്ള മനസ്സ് വേണ്ടേ? ആ മനസ്സ് ലഭിക്കണമെങ്കിൽ, അതിന് സമയം ലഭിക്കണമെങ്കിൽ, ആ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തരണമെങ്കിൽ, അല്ലാഹുവേ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്, ഈ ദുആ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാതെ നിങ്ങളെ മരിപ്പിക്കൂല. ആ തൗബ ചെയ്യാനേ അല്ലാഹു നിങ്ങൾക്കൊരു അവസരം ഒരുക്കി തരുമെന്നാണ്. ഒരു അവസരം അല്ലാഹു ഒരുക്കി തരും. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോ കഴിഞ്ഞ ബറാഅത്ത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ബറാഅത്ത് രാവ് കഴിഞ്ഞ് തൗബയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ദീർഘയാത്ര പോവാണ്. വളാഞ്ചേരി ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. രാത്രി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കടയിൽ ഇറങ്ങിയതാണ്. അപ്പോ തട്ടുകടയിൽ ഇറങ്ങിയപ്പോ ആ തട്ടുകടക്കാരൻ പറയണം, ഉസ്താദേ അറിവിനിലാവിൽ ഇന്ന് ബറാഅത്ത് രാവിലെ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് തട്ടുകടയിൽ, ഉസ്താദിന് തൗബ ചൊല്ലിയല്ലോ, തൗബ ചൊല്ലിയപ്പോ ഞങ്ങൾ തട്ടുകടയിൽ ഇരുന്നിട്ട് 11ഓളം ആളുകള് ഞങ്ങളെ കൂടെ ഈ കടയിൽ ചൊല്ലാനുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്കും ദ്വാരക്കാൻ കേട്ടോ. അപ്പൊ ഓല് തൗബ ചൊല്ലിയത് അവിടുന്ന് തട്ടുകടയിൽ ഇരുന്നിട്ടാണ്. അതിനൊരു അവസരം അല്ലാഹു കൊടുത്തില്ല. ഒരു ഭാഗ്യം കിട്ടണം. അതിന് തൗബ ചൊല്ലണമെങ്കിൽ ഒരു ഭാഗ്യം കിട്ടണം. തൗബ ചൊല്ലണമെങ്കിൽ ഒരു ഭാഗ്യം കിട്ടണം. തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ല. ഇപ്പൊ പള്ളിയിൽ തൗബ നടക്കണ്ടെങ്കിൽ, മദ്രസയിൽ തൗബ നടക്കണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടണം. തിരക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇനി ഇവിടെ ഇനി തിരക്കാണ്, ഇങ്ങട്ടാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറും. പക്ഷെ അതിനൊരു ഭാഗ്യം കിട്ടണം. പള്ളിയിൽ തൗബ നടക്കുന്നുണ്ട്, പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടണം. അതന്നെ. അപ്പൊ ഓല് തട്ടുകടയിലാണെങ്കിൽ ഓൽക്കല് പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? അപ്പൊ ആ ഭാഗ്യം കിട്ടണം. അതിനാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ ദുആഇന്റെ മറ്റൊരു പ്രത്യേകത. അത് ആത്മാർത്ഥമായിട്ട് ദുആയിരുന്നാല് അത് ജീവിതത്തിൽ വരാതെ ഓ മരിക്കൂല. അഥവാ തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ ഒരു മരിക്കൂല. ആ ഒരു പ്രത്യേകത. പിന്നെയോ ആ പ്രിയപ്പെട്ടവർ ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകൂല. അവര് മരിക്കുമ്പോ അവർക്ക് അല്ലാഹു ഈമാൻ നൽകും. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ വിഷയം. അവിടെയാണ് മരണസമയത്തുള്ള വേദനയും വെപ്രാളവും ഇടനെഞ്ചു പൊട്ടലുമാകുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് പേടിയും ബേജാറും കടന്നു വരുമ്പോ, മരണസമയം എന്നുള്ളത് പേടിപ്പെടുത്തുന്ന സമയമാണല്ലോ, ഭയാനകമായ സമയമാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. നമ്മൾ ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ച് കരകയറി പോന്നവരാണ്. കുറെ കഷ്ടതകളും സങ്കടങ്ങളും ജീവിതത്തെ വിടാതെ പിന്തുടർന്നവരായിരിക്കും നമ്മൾ. ഒരുപാട് കഷ്ടതകളും യാതനകളും നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റൂല. എല്ലാവരും കുറെ സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് ജീവിതത്തെ തേടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാ? അത് മരണസമയമാണ്. അത് മരണസമയമാണ്. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ റസൂലേ? റൂഹന്നിൽ പിടയുന്ന നിമിഷം മുത്താതരാവോ ഹബീബേ? റൂഹന്നിൽ വിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തെന്നിലണയുന്ന നേരം മുത്താതരാമോ നിലാവേ? മൗത്തെന്നിലണയുന്ന നിമിഷം റൂഹന്നെ പിരിയുന്ന നേരം അരികിൽ വരാമോ ഹബീബേ? മൗത്തെന്നിലണയുന്ന നേരം
മുത്താത്തരാവോ നിലാവേ റൂഹന്നിൽ പിരിയുന്ന നിമിഷം. ആ സമയത്ത് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തം തരുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതല്ല ഏറ്റവും വലിയ പേടിയും ഏറ്റവും വലിയ ബേജാറും ഏറ്റവും വലിയ സങ്കടമുള്ള സമയം ഏതാ? റൂഹന്നിൽ നിന്ന് വിട പറയുന്ന നേരം. ആ സമയത്ത് അരിക വരാൻ ആരംഭ റസൂലുള്ള അരിക വന്നിട്ട് ചൊല്ലുമോനെ കലിമ, ചൊല്ലുമോളെ കലിമ, നീ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവനല്ലേ, നീ ഒരുപാട് ദിക്ർ പറഞ്ഞവനല്ലേ, നീ ഒരുപാട് സമയങ്ങളിൽ എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയവനല്ലേ മോനെ, അതുകൊണ്ട് നീ സ്വലാത്ത് ചൊല്ലുക, അതുകൊണ്ട് മോനെ നീ കലിമ ചൊല്ലുക എന്ന് പറഞ്ഞ് മുത്തു റസൂലുള്ളാഹ് നമ്മുടെ മുന്നേ വന്നിട്ട് മരണസമയത്ത് കലിമ ചൊല്ലിത്തരുന്ന ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും അല്ലാഹ് തരട്ടെ. ഇത് അത്രയും വലിയൊരു ദുആ ആണ്, അത്രയും വലിയൊരു ദുആ. ഈ ദുആ ഏത് സമയത്തും ചൊല്ലട്ടോ, എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റിയൊരു ദുആ ആണ്. അപ്പൊ 5 പ്രത്യേകതകൾ നമ്മൾ ഇന്നത്തെ ദുആന് പറഞ്ഞു അല്ലേ? 5 പ്രത്യേകതകൾ ഒന്നുകൂടി പറയാണ്. ആ നോട്ട് പുസ്തകം ഒന്ന് എടുത്തു നോക്കി. ഒന്ന് ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അതൊരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ദ്വാരിക്കുമ്പോൾ ആലോചിക്കുക, അല്ലാഹ് ഞാൻ ഈ ദ്വാരിക്കണ ദുആ എന്റെ മുത്തുനബി ദ്വാരുന്ന ദുആ ആണല്ലോ, അത് നഷ്ടപ്പെടുത്തൂല. 2 നമ്പർ 2 മലക്കുകൾ ആമീൻ പറയും. അല്ലാഹുവേ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്, ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, സംഗതി ശരിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ്. ഈ സാധാരണക്കാരായ ഞാൻ ദ്വാരിക്കുമ്പോ വലിയ മലക്കുകളൊക്കെ ആമീൻ പറയണമെങ്കിൽ ഈ ദ്വാന്റെ ഒരു പവർ എത്രയാണ്? 2 നമ്പർ 3 ഏതാണ്? നമ്മുടെ ഏടുകളിൽ നിന്ന് അള്ളാഹു തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയും. അത്രയും വലിയ ഹൈ ക്വാളിറ്റിയാണ് അതിന്, അത്രയും വലിയ ഹൈ പവർ. ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കറയാണെങ്കിൽ ഡ്രസ്സിൽ എത്ര വലിയ കളർ ഉണ്ടെങ്കിൽ ക്ലോറക്സ് എന്ന സാധനം ഉണ്ട്, ഡ്രസ്സ് തിരുമ്പുന്നവർക്ക് അറിയാം. പറയാനായിട്ട് ഞങ്ങളൊക്കെ ഡ്രസ്സ് തിരുമ്പാത്തവരാണല്ലോ, പോയിക്കോളി നിങ്ങളവിടുന്ന്, നിങ്ങൾ പറയാൻ നിൽക്കണ്ട, ഞങ്ങളൊന്ന് കുത്തി പറഞ്ഞതാണ്. അതേ ഡ്രസ്സ് തിരുമ്പുന്ന ആൾക്കാർക്ക് അറിയാം ക്ലോറക്സ് എന്ന സാധനം ഉണ്ട്. ഇനി നിങ്ങൾ പറയും ഞങ്ങളെ ക്ലോറക്സ് അല്ല, ഞങ്ങളെ നാട്ടിൽ ഇന്നെക്സ് ആണ്, ഞങ്ങളെ നാട്ടിൽ അങ്ങനത്തെ എക്സ് ആണ്. ആയിക്കോട്ടെ, എങ്ങനത്തെ എക്സ് ആണെങ്കിലും ഞാൻ തല്ലിവിടാനില്ല. ക്ലോറക്സ് എന്ന് പറഞ്ഞാൽ കറ കളയുന്ന സാധനം. അതിപ്പോ നിങ്ങളെ നാട്ടിൽ എന്ത് പറഞ്ഞാലും ശരി, എന്താണ് പേര് അത് ഞാൻ സമ്മതിച്ചുതരാം. ആ സാധനം എടുത്തിട്ട് ഒരു തുള്ളിയുടെ ഇട്ടിച്ച് നോക്കി, ആ കറങ്ങനെ അളകും അല്ലേ? ആ കറങ്ങനെ അളകും, ആ കറങ്ങനെ ഇളകി ഇങ്ങനെ പോവും. അപ്പൊ അത് മാഞ്ഞട് പോവും, കുറച്ച് കഴിഞ്ഞാലും മാഞ്ഞട് പോവും. വെറുതെ സാധനത്തിനാണ്ട് കറ ഇല്ലാത്തോടത്ത് നല്ല കളറുള്ള ഡ്രസ്സിൽ പോയി ചോദിച്ചാൽ നിൽക്കണ്ട കേട്ടോ. മൂലേര് പറഞ്ഞതല്ലേ, ഒന്ന് ഒഴിച്ചോക്കട്ടെ, വെല്ലുവിളി ഏറ്റെടുത്താണ്ട് പോയി ചോദിച്ചാൽ നിൽക്കണ്ട, കളർ പോകും, ഡ്രസ്സിന്റെ കളർ പോകും. പിന്നെ അത് ഏറ്റ് ഇന്റെ അടുത്തേക്ക് പ്രശ്നത്തിന് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോ അത് ഉറ്റിച്ച് കഴിഞ്ഞാല് കറ ഇങ്ങനെ ഇളകിപ്പോവും. ഇതേ പ്രകാരം ഏടിൽ നിന്ന് ആ തെറ്റങ്ങട്ട് മാഞ്ഞു പോകും. ക്ലോറക്സ് ഉപയോഗിച്ചാൽ തെറ്റ് മാഞ്ഞു പോകെ, ക്ലോറക്സ് ഉപയോഗിച്ചാലല്ല, ഈ ദിക്ർ ഉപയോഗിച്ചാല് അങ്ങനെ വരട്ടെ. ഈ ദിക്ർ ചൊല്ലിയാല് ഏടിൽ നിന്ന് ക്ലോറക്സ് ഉപയോഗിക്കുമ്പോ കറങ്ങനെ നീങ്ങിപ്പോകുന്നത് പോലെ ഈ ദിക്ർ ചൊല്ലിയാല് ഏടിൽ നിന്ന് തെറ്റുകൾ ഇങ്ങനെ മാഞ്ഞു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടി? പിന്നെ അടുത്ത നമ്പർ 4 എന്താ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കും. എന്നന്നില്ല 23-ാം രാവ് 25-ാം രാവ് നമ്മളിലേക്ക് വരുന്നുണ്ട്. ഓരോ 8 രാവുകളിലും ഇനി നമുക്ക് തൗബ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീൻ പറയങ്ങളെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെ രാത്രി 12 മണി വരെ 21-ാം രാവിൽ ജനലക്ഷങ്ങൾ മജ്ലിസിൽ പങ്കെടുത്തു. ഓരോ രാവുകളിലും ഏത് രാവിലാ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാൻ പറ്റില്ല. 21-ൽ ഇറങ്ങിയാണെങ്കിൽ അത് നമുക്ക് കിട്ടണം, 23-ൽ ഇറങ്ങിക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടണം, 25-ൽ ഇറങ്ങിയെങ്കിൽ അത് നമുക്ക് കിട്ടണം, 27-ലാണ് ഇറങ്ങിയെങ്കിൽ അത് നമുക്ക് കിട്ടണം, 29-ലാണ് ഇറങ്ങിക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടണം. ഏത് രാവിലാണ് ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ രാവിലും പാതിരാ സമയം വരെ ദിക്റും സ്വലാത്തുമായിട്ടുണ്ടാവും. പറ്റുന്നവരൊക്കെ പങ്കെടുത്തോളി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു രാവിലെ ഇറങ്ങിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാ നെഞ്ഞത്ത് തൊട്ടിട്ട് പറയാം, അൽഹംദുലില്ലാ അറിയുന്നില്ലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് ഓരോ രാവിലെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രാവിലെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
ഇൻഷാ അല്ലാഹ് അതെനിക്ക് കിട്ടും, മനസ്സിനൊരു സമാധാനമാണ്. പക്ഷെ ഒരൊറ്റ നിബന്ധന ഉണ്ട്. എന്താ പേരാ നിബന്ധന? ഈ രാവുകളിലൊക്കെ ഇറങ്ങി ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ ഒരൊറ്റ നിബന്ധന ഉണ്ട്. ഒരു നിബന്ധന അല്ല, 4-5 നിബന്ധന മുത്തുനബി പറയുന്നുണ്ട്. അതിന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത്? കുടുംബവുമായിട്ട് തെറ്റി നിൽക്കരുത്. അടുത്ത നിബന്ധന ഏതാ മൂലരെ? അത് പറഞ്ഞോളി. ഇതന്നെ പറഞ്ഞത്, കുടുംബവുമായിട്ട് തെറ്റി നിൽക്കരുത്. പ്രധാനപ്പെട്ട നിബന്ധന അതാണ്. ഇനി വേറെ നിബന്ധന ഉണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നത്തെ മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നിബന്ധന അതാണ്, കുടുംബവുമായിട്ട് തെറ്റി നിൽക്കരുത്. അപ്പൊ ഓല് ഇങ്ങട്ടാ തെറ്റിയതെങ്കിലോ പിന്നെ ഓൽക്ക് പോയി, നമുക്ക് പോലാം. കുഞ്ഞാപ്പു ഇങ്ങട്ടാ തെറ്റിയെന്ന കുഞ്ഞാപ്പൂന് പോയി, മാളും അങ്ങട്ടാ തെറ്റുന്ന മാളുമ്മാക്ക് പോയി, നബീസ് ഇങ്ങട്ടാ തെറ്റുന്ന നബീസാക്ക് പോയി, ഞാൻ അങ്ങട്ടാ തെറ്റിയെന്ന് എനിക്ക് പോയി. അതന്നെ ഉണ്ടാകുക. ആരാണ് തെറ്റിയത്? ഓൽക്ക് പോകും. വെറുതെ ലൈലത്തുൽ ഖദറിന്റെ കൂലി കളയണ്ട. വെറുതെ ലൈലത്തുൽ ഖദറിന്റെ കൂലി കളയണ്ട. തറാവിന്റെ കൂലി വെറുതെ കളയണ്ട. നമ്മൾ മിണ്ട, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം, നമ്മൾ മിണ്ട. ഓലും ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പിന്നത്തപ്പോ നമ്മൾ കാട്ടണ്. ഓലും ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ട് മടക്കണില്ല, ഓല് ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, ഓല് മിണ്ടണില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാം. നമ്മളെ ഓൽക്കും അല്ലാഹു അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കട്ടെ. അപ്പൊ ഓല് രക്ഷപ്പെടും. ഓൽക്കും അല്ലാഹു നന്നാവാനൊരു മനസ്സ് കൊടുക്കട്ടെ. അവിടുത്തെ കാര്യം ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ കാര്യം അവിടെ പറഞ്ഞു. നോമ്പായിട്ടും കുടുംബം തെറ്റിച്ചടക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? എത്ര ആൾക്കാരുണ്ട്? എത്ര ആൾക്കാരുണ്ട്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അതിൽ ആണും പെണ്ണൊക്കെ കണക്കാ. അതിലിപ്പോ പെണ്ണുങ്ങളെ മാത്രം പറയാനൊന്നുമില്ല. നിങ്ങള് പ്രശ്നം കണ്ട എല്ലാരും കണക്കാന്നാ ഞാൻ പറഞ്ഞു. നിങ്ങളെ മാത്രം കണ്ടില്ല, എല്ലാരും കണക്കാന്നാ ഞാൻ പറഞ്ഞു. ആണും പെണ്ണും കണക്കാണ്, വലിയോനും ചെറിയോനും കണക്കാണ്, കുഞ്ഞുട്ടിയും കണക്കാണ്, കുഞ്ഞോനും കണക്കാണ്, പാത്തുമ്മയും കണക്കാണ്, നബീസിയും കണക്കാണ്, പിന്നെ കുഞ്ഞാപ്പും കണക്കാണ്, മാനും എല്ലാരും കണക്കാണ്. ഏത് കുഞ്ഞോനാണെങ്കിലും ഏത് ചെറിയോനാണെങ്കിലും എല്ലാവരും ആ വിഷയത്തിൽ കണക്കാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കണം. അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇത്രയും വലിയ പ്രത്യേകതകൾ അടങ്ങിയ ദുആ ആണ്. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ, പിന്നെയോ വജഅൽനാ മിനൽ മുതതഖിരീൻ, വജഅൽനാ മിനൽ മുതതഖിരീൻ. അല്ലാഹുവേ 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 വജഅൽനാ മിനൽ മുതതഖിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമല്ല. ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമല്ല. ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമല്ല. അത് വിശദീകരിച്ച് പറയാനുണ്ട്. എന്തിൽ നിന്നാണ് ശുദ്ധിയാവേണ്ടത്? എന്തിൽ നിന്നാണ് ശുദ്ധിയാവേണ്ടത്? വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായാൽ മാത്രം മതിയോ? അത് ശുദ്ധിയാവണം, ശരി തന്നെയാണ്. അതിനേക്കാളും നിർബന്ധമായ വലിയ ഒരു അശുദ്ധിയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ജനാബത്തി എന്നുള്ളത്, ഹൈൽ എന്നുള്ളത് വലിയ ശുദ്ധിയാണ്. അതിൽ നിന്ന് ശരീരം ശുദ്ധിയാക്കണം. കുളിക്കുമ്പോ ശരീരം ശുദ്ധിയാകുമല്ലോ. അതിനേക്കാളും വലിയ അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആ അശുദ്ധികളിൽ നിന്ന് ജീവിതത്തിനെ സംസ്കരിച്ചെടുക്കുന്നത് എപ്പോഴാണോ, ആ അശുദ്ധികളിൽ നിന്ന് നിന്റെ ശരീരത്തെ എപ്പോഴാണോ നന്നാക്കിയെടുക്കുന്നത്, അതിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് എപ്പോഴാണ്, നിന്റെ ശരീരത്തിലെ ഓരോരോ മക്കുത്തുകൾ ഹറാമിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് എപ്പോഴാണ്, അപ്പോഴാണ് നീ മുത്തതഖിരീൻ എന്ന് പറഞ്ഞ ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഉസ്താദേ ശുദ്ധി വേണം, ഞാനെന്ന് ശുദ്ധിയുണ്ട്, ഞാനെന്നും 4 വട്ടം കുളിക്കും, ഞാനെന്ന് 5 വട്ടം കുളിക്കും, എന്നിട്ട് നല്ല ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് നടക്കും. അതൊരു ശുദ്ധിയാണ്. ആ ശുദ്ധി വേണം. നമ്മൾ പറയില്ലേ, ഓ ഇങ്ങോട്ട് ചൊറുക്കൂട്ടി ഇങ്ങനെ നടക്കണ കണ്ടാല് ചൊറുക്കൂട്ടണം. ചൊറുക്ക് നമുക്ക് ഭംഗി വേണം. ഭംഗി ശരീരത്തിൻ്റെതായ മുത്തുനബി എന്ത് ഭംഗിയുണ്ടായിരുന്നു? മുത്തുനബി എന്ത് ഭംഗിയുണ്ടായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ? മുത്തുനബിന്റെ കണ്ണുകൾ എപ്പോഴും സുറുമ എഴുതിയ കണ്ണ് പോലെയാണ്. മുത്തുനബിന്റെ കണ്ണിലേക്ക് നോക്കാൻ തന്നെ വലിയ ഭംഗിയാണ്. മുത്തുനബിന്റെ ചുണ്ടുകൾ ചുവന്ന ചുണ്ടായിരുന്നു. മുത്തുനബിന്റെ കവിളുകൾ നല്ല മനോഹരമായ കാണാൻ തുടിത്ത നല്ല അഴകുള്ളവരായിരുന്നു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ ഭംഗി എപ്പോഴും വേണം, ഭംഗിയിലേ നടക്കാൻ പറ്റുള്ളൂ. അല്ല മുഖത്ത് ഇങ്ങനെ ആരെങ്കിലും കരി വാരി തേച്ച് ഇങ്ങനെ നടക്കും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഭംഗിന്റെ വിഷയം പറയണമെങ്കിൽ വളരെ ഭംഗിയിൽ നടക്കണം. ഇനിയിപ്പോ അതിന്റെ കൂടി കുറവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഭംഗിയൂട്ടി നടക്കണം എന്ന് പറയണത്, ഏത് രൂപത്തിൽ ഭംഗിയൂട്ടി നടക്കണം എന്ന് പറയണത്, അത് നാളെ പറഞ്ഞിട്ട് അത് നിർത്താൻ കണ്ടൊരു സമയം. അങ്ങനെ കരുതണ്ട. അതുകൂടിയും പറഞ്ഞോളി ഉസ്താദേ. അത് പറയണമെങ്കിൽ കുറച്ച് തോനെ പറയണ്ട. അത് പറഞ്ഞുതരാം കേട്ടോ. ഭംഗിയിൽ നടക്കണം. എങ്ങനത്തെ ഭംഗി? ഭംഗി കൂട്ടി നടക്കില്ല. ഇല്ല ഭംഗി റാഹത്തായിട്ട് നടത്തുക. ഇല്ല ഭംഗി റാഹത്തായിട്ട് നടത്തുക. അത് ഇൻഷാ അല്ലാഹ് നാളെ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, നല്ല റാഹത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിട്ടേണ്ടവർക്കൊക്കെ കിട്ടും ചോദിച്ചും, കേൾക്കേണ്ടവർക്കൊക്കെ നല്ലതുപോലെ കേൾക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എങ്ങനെ ഭംഗിയിലെ എങ്ങനെ നടക്കണം, അതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ഭംഗിയിലായിരുന്നു നടന്നിരുന്നത്. അല്ലാഹുമ്മ ജഅൽനാ ഇന്നല്ലാഹ യുഹിബ്ബുൽ ജമാൽ എന്നാണ്. അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടും. അതിനർത്ഥം വെളുത്തവരെ മാത്രം ഇഷ്ടപ്പെടുക അതല്ല. അത് ഭംഗി എന്നുള്ള നിർവചനം നിങ്ങൾക്ക് തെറ്റിയതാണ്. ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ? വെളുത്ത മുഖം അയ്യടാ പരി പോയി പറഞ്ഞാൽ മതി, അതല്ല. ഭംഗി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കറുത്ത മുഖത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ട്, വെളുത്ത മുഖത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മളെ ഡ്രസ്സൊക്കെ നിങ്ങള് ഓരോരുത്തരും ഓരോ കളറല്ലേ. ഇപ്പൊ വെള്ള അത് പിന്നെ വേറെ തന്നെയാണ് വെള്ള. അപ്പൊ ഞാൻ വെള്ള ഇട്ടോണ്ട് പറയില്ല, അത് അങ്ങനെ തന്നെയാണ്. അതിനെ ഇനി കവിച്ചൊക്കെ നിങ്ങൾ ആര് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. വെള്ള സൂപ്പറാണ്, 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 സൂപ്പറാണ്. നിങ്ങൾ എന്ത് പണ്ടും കാര്യമില്ല, ഞാൻ സമ്മതിച്ചില്ല. വെള്ള എന്നുള്ളത് അതൊരു അടിപൊളി ഡ്രസ്സാണ് അല്ലേ. അത് അതിൻ്റെതായ ഭംഗിയുണ്ട്. ആ വെള്ളയും മാഷാ അല്ലാഹ്. പിന്നെ ഇനി ചോപ്പൊക്കെ നോക്കുക, അതിൻ്റെതായ ഭംഗി ചോപ്പിന് കാണും. പച്ചക്ക് നോക്കി നിങ്ങള് എന്തൊരു ഭംഗിയാണ് പച്ചന്റെ കളർ കാണാൻ. നീല നമുക്ക് നോക്കി എന്തൊരു ഭംഗിയാണ് നീലന്റെ കളർ കാണാൻ. സുബ്ഹാനല്ലാഹ്. നീല അല്ലേ, വൈലറ്റ്, റോസ്. ഇപ്പൊ നമ്മളെ സ്ക്രീൻ നോക്കി നീല കളറ്, അതിലെങ്ങനെ കറങ്ങണ അറിവിനില നോക്കി നിങ്ങള്. ചോപ്പ്, മഞ്ഞ, കണ്ടോ ലൈവ് എന്നുള്ളണ്ടല്ലോ. ചോപ്പ് അറിവിനിലാവ് കണ്ടല്ലോ, പച്ച അറിവിനിലാവിന്റെ ഫോണ്ട് നോക്കി. അപ്പൊ ഓരോന്നോരോ കളർ. ഇപ്പൊ ഓരോരുത്തരുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഓരോരുത്തർ മൊബൈലിന്റെ കളറ് ഇങ്ങനെ നോക്കും. ഇനി ഇപ്പോഴേക്കാ നോക്കാം എന്റെ മൊബൈലിന്റെ കളർ ഇപ്പൊ ഏതാണെന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ മൊബൈൽ കളർ ഉണ്ടാവും, ഓരോരുത്തർക്ക് ഓരോ വാച്ചിന്റെ കളർ. ചില ആളുകൾക്ക് കറുപ്പ് വാച്ച് നല്ല ചേർച്ച ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സിങ്, ഓരോ ഷൂവ്, അങ്ങനെ ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. കറുപ്പിന് അതിൻ്റെതായ ഭംഗി. ഇപ്പൊ മുടി കറുപ്പാണ്. ഈ കറുപ്പല്ല രസം. ഇതിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഒരു മഞ്ഞാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ പറയും താപ്പത്. നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞു ചങ്ങായി ഞാൻ മുടി കാട്ടിക്കണേ അറിയില്ലേ അല്ലേ. അപ്പൊ ഇവിടെ കറുപ്പുകാരൻ്റെ അടുത്ത് കറുപ്പന്നെ വരണം, കറുപ്പുകാരൻ്റെ അടുത്ത് കറുപ്പന്നെ വരണം ആണല്ലോ. ഇനി നമ്മളെ ശരീരത്തിന് അള്ളാഹു തന്ന ഭംഗി, അത് ചില ആളുകളെ തെറ്റിദ്ധരിച്ചാണ് വെളുപ്പുണ്ടായാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നല്ലേ. അതുകൊണ്ടൊക്കെ അറിയും വെളുത്ത പൗഡറൊക്കെ അങ്ങനെ വാരി തേക്കണം ഓരോരുത്തരും. വെളുപ്പുണ്ടായാലേ ഭംഗിയുണ്ട്, അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. അത് ആ ഭംഗിന്റെ നിർവചനം മനസ്സിലാക്കിയെടുത്ത് ആരോ പഴിച്ചതാണ്. അങ്ങനെയല്ല. കറുപ്പിന് കറുപ്പിൻ്റെതായ ഭംഗിയുണ്ട്, കറുപ്പിന് കറുപ്പിൻ്റെതായ ഭംഗിയുണ്ട്, വെളുപ്പിൻ്റെതായ ഭംഗിയുണ്ട്, ചുവപ്പിന്, അങ്ങനെ ഓരോ കളറിനും ഓരോ കളറിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷെ അത് ആ ഭംഗിയിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ആ ഭംഗിയിൽ കൊണ്ട് ഇപ്പൊ വെളുത്ത മുഖം അതിൻ്റെതായ ശൈലിയിൽ കൊണ്ട് നടക്കുക, കറുത്ത മുഖം അതിൻ്റെതായ ശൈലിയിൽ കൊണ്ട് നടക്കുക. എന്തൊരു ഭംഗിയാണ്! ഏത് കളറാണെങ്കിലും നമ്മുടെ ശരീരം അള്ളാഹു തന്നത് അത് അതുപോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അള്ളാഹു തന്നത് അതുപോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് ഇപ്പൊ ഒരാൾക്ക് നല്ല ഭംഗി അള്ളാഹു കൊടുത്തു, ഓനോട് കുയിന്താട്ടിയിട്ട് എന്ത് കാര്യമല്ലേ? ഓനോട് കുയിന്താട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരാൾക്ക് അള്ളാഹു നല്ല ഓന്റെ ചുണ്ടിനുള്ള ചോപ്പ് കൊടുത്തു, അതിന് നമ്മള് കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ലേ? ഓ ലിഫ്റ്റിക്ക് ഇട്ടെടുക്കാണ്, ഓ തേങ്ങാകൊല ഇട്ടെടുക്കാണ്. അതിനിപ്പോ മറ്റോല് കുയിന്താട്ടിട്ട് എന്താണ്? അള്ളാഹു ഓൽക്കും അങ്ങനെ ഭംഗി കൊടുക്കട്ടെ, അതല്ലേ നമ്മൾ ദ്വാരക്കണ്ടേ അല്ലേ? ഇനിയിപ്പോ ഒരാളെ ചുണ്ടിന് നല്ല ചോപ്പുണ്ട്, ഒരാളെ ചുണ്ടിന് തീരെ ചോപ്പില്ല. അപ്പൊ പറയാം ഓ ലിഫ്റ്റിക്ക് ഇട്ടെടുക്കാണ്, ഓൻ കളർ ഇട്ടെടുക്കാണ്, ഓൻ തേങ്ങാകൊല ഇട്ടെടുക്കാണ്. ഓലൊക്കെ അല്ല ഉളമ്പാറ കൊണ്ടാക്കേണ്ടത് അല്ലേ?
അത് അസുഖം വേറെയാണ്. അത് അസുഖം വേറെയാണ്. സുഖമില്ലാത്ത അസുഖം, സുഖമില്ലാതിരിക്കുമ്പോഴാണ് അസുഖമായിട്ട് മാറാം. അത് അസുഖം വേറെയാണ്. ഓൽക്കല്ലാവ് ചുവപ്പ് കൊടുത്തിട്ടില്ല, അപ്പൊ ചുവപ്പ് ഇല്ലല്ലോ കുറ്റം പറഞ്ഞെടുക്കുക. ചില ആളുകളെ തലക്ക് കറുത്ത നല്ല കറുപ്പുണ്ടാവും, എന്നിട്ട് ഓലെ കുറ്റം പറഞ്ഞെടുക്കുക. ചില ആളുകളെ മുഖത്തിന് നല്ല വെളുപ്പുണ്ടാവും, ഓൻ അത് വിട്ടെടുക്കാണ് പറഞ്ഞെടുക്കുക. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും, ഞാൻ വെറുതെ പറയാം. അപ്പൊ അതല്ല ഭംഗി. ഭംഗി എന്ന് പറഞ്ഞാൽ ഇല്ല, മുഖ സൗന്ദര്യം ഇല്ലാതെ ആ സൗന്ദര്യത്തിന് ഓരോന്നോരോന്ന് ഇങ്ങനെ വാരി തേച്ചെടുക്കുക. അത് പറ്റൂല, അത് പറ്റൂല. എന്ത് ചുണ്ടിന് ലിപ്സ്റ്റിക് ഇട്ടെടുക്കുക, അത് പറ്റൂല. അതേ പ്രകാരം പിന്നെ മുഖത്ത് അതും വാരി തേച്ച് നടക്കുക, അങ്ങനെയൊന്നല്ല. ആ ഭംഗിയല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു തന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അള്ളാഹു തന്ന ഒരു ഭംഗിയുണ്ടല്ലോ. പിന്നെ ഇവനിങ്ങനെ നടക്കുന്ന ഓലൊന്നും നേരിൽ കാണാത്തവരാണ്. കാണാത്തവർ പലതും പറഞ്ഞെടുക്കും. അതവരെ ഡ്യൂട്ടി അങ്ങനെയാണ്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല. അള്ളാഹു തന്ന ഭംഗി മട്ടം പോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ കുളിക്കാതെ അല്ലെങ്കിൽ മുടിയൊന്നും വാരാതെ, എനിക്ക് അല്ലെങ്കിൽ ഈ മുടി വാരാത്തവരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം. മുടി എപ്പോഴും വാർന്നെടുക്കണം, മുടി എപ്പോഴും വാരണം. അല്ലെങ്കിൽ 2 റുപ്യൻ്റെ ചീർപ്പ് വാങ്ങിക്കോറല്ല ഞാൻ സാധാരണ എല്ലാവരോടും. ഞാൻ എൻ്റെ വാഹനത്തിലൊക്കെ ചീർപ്പക്കലുണ്ട്. കാരണം മുടി എപ്പോഴും നമ്മൾ വാർന്ന് റെഡിയാക്കി ഇങ്ങനെ കൊടുക്കണം. ഇതിങ്ങനെ ചില സ്ത്രീകളുടെ മുടിയൊന്നും വാരാതെ ഇങ്ങനെ മറ്റേ പറയണില്ല, കാരണം വലിയ കൊച്ചറായിട്ട് ഇങ്ങനെ നടക്കും. അത് പറ്റൂല. മുടി അവിടെ നോക്കിയാലും മുടി, അടുക്കളയിൽ അവിടെ നോക്കി അവിടെയും കുറച്ച് മുടി ഇങ്ങനെ ഉണ്ടിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ബർക്കത്തിന്. കുറച്ച് മുടി അവിടെ ടേബിൾമോ നോക്കുകയാണെങ്കിൽ അത് തന്നെയാ മറ്റേ അതിങ്ങനെ വാർന്നപ്പോ വെച്ചതാണ് അവിടെ വെക്കല്. അപ്പൊ ഭംഗിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ രൂപത്തിൽ നാളെ ഇൻഷാ അല്ലാഹ് നാളെ നല്ല കൊട്ടു തരാം. നാളെ നല്ലോണം കേട്ടിരുന്നോണ്ടി. അപ്പൊ മുടി വാർന്നു കഴിഞ്ഞാൽ അത് വെക്കൻ്റെ വന്നോ, അത് വെക്കൻ്റെ അടുത്ത് വെക്കണം. കുറെ മുടി മേശന്റെ ഉള്ളിൽ, കുറെ മുടി ഡോറിന്റെ ഉള്ളിൽ, കുറെ മുടി അവിടെ, അങ്ങനെയല്ല കൊണ്ടേ വെക്കല്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഭംഗിയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. എങ്ങനത്തെ ഭംഗി? ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതാണ്, വജഅൽനാ മിനൽ മുത്തതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും കുളിച്ചൊരുങ്ങി നല്ല ശുദ്ധിയാവണം. എപ്പോഴും അങ്ങനെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല ഫ്രഷ് ആവണം, നല്ല ശുദ്ധിയാവണം. റൂമിലേക്ക് വരുമ്പോ ഭാര്യ കുളിച്ചു വരണം, ഭർത്താവ് കുളിച്ചു വരണം. എപ്പോഴും കുളിച്ചിട്ടായിരിക്കും നമ്മൾ പള്ളിയിൽ പോവേണ്ടതും. എന്ത് ചെയ്യുമ്പോൾ ശുദ്ധി വേണം. ശരീരം മാത്രം ശുദ്ധിയായാൽ പോരാ, ശരീരം ശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ. മുത്തുനബി കണ്ണാടി നോക്കാറുണ്ട്. കണ്ണാടി നോക്കിയിട്ട് മുത്തുനബി അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് മുത്തുനബി എന്ത് ചീർപ്പ് മുടി ചീകാറുണ്ട് എന്നാണ്. മുത്തുനബി എണ്ണ പുരട്ടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണ പുരട്ടാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ മജ്ലിസിൽ ഞാൻ പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന രംഗുണ്ട്. അപ്പൊ നല്ല ഭംഗിയിൽ നടക്കണം. അപ്പോഴാണ് വജഅൽനാ മിനൽ മുത്തതഹിരീൻ. പുറം മാത്രം ഭംഗിയാൽ പോരാ, അതിലേറെ ഉള്ളും ഭംഗിയാവണം. എങ്ങനെ? ഉള്ളു ശുദ്ധിയാവണം. ഖൽബിന്റെ അകത്ത് ഒരാളോടും അകൽച്ചയോ വെറുപ്പോ ദേഷ്യമോ ഉണ്ടാവരുത്. ഹൃദയത്തിന്റെ അകത്ത് ആരോടും വൈരാഗ്യം ഉണ്ടാവരുത്. ഹൃദയത്തിന്റെ അകത്ത് ആരോടും ദേഷ്യം ഉണ്ടാവരുത്. അപ്പൊ അകവും പുറവും ഭംഗിയായി നടക്കണം. ഒരാൾക്ക് കൊടുത്ത സൗന്ദര്യത്തിൽ മറ്റൊരാൾ കുയിന്ത് കാട്ടിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് അല്ലാഹു നൽകിയ ഭംഗിയിൽ മറ്റൊരുത്തന് കിബ്ർ കാട്ടിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് അല്ലാഹു കൊടുത്ത സ്വലാഹിയത്തിൽ മറ്റൊരാൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ശ്രദ്ധയോടെ വേണം. അതാണല്ലോ ഹാബീൽ കാബീലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് സൗന്ദര്യം കൂടി, ഒരു പെണ്ണിന് സൗന്ദര്യം കുറഞ്ഞു. അപ്പൊ എന്തായി? അവിടെ കുയിന്ത് വന്ന്, അസൂയ വന്ന്. അസൂയ വന്നപ്പോഴാണ് അവസാനം കൊലപാതകത്തിൽ എത്തിയത്. അല്ലാഹു വൃത്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. വൃത്തി ഈമാനിന്റെ പകുതിയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തതഹിരീൻ എന്ന് പറയുമ്പോ ശരീരം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? വീട് വൃത്തി വേണം, വാഹനം വൃത്തി വേണം, ചെരുപ്പ് വൃത്തി വേണം, എല്ലാം വൃത്തി വേണം. എല്ലാ കാര്യങ്ങളും വൃത്തി വേണം. നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം മൊബൈല് വൃത്തി വേണം. നിങ്ങൾ പറയണേട്ടാ മൊബൈൽ ഇങ്ങനെ സോപ്പും വെള്ളത്തിൽ ഇങ്ങനെ കേക്ക് വൃത്തി, അങ്ങനെയല്ല. മൊബൈൽ ഇടക്കൊക്കെ തോച്ചിങ്ങനെ തേച്ചിങ്ങനെ വൃത്തിയാക്കുക. ഇനി മൊബൈൽ വൃത്തിയാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണ്ട. അത് വെള്ളത്തിലിട്ട് വെച്ച് ശുദ്ധിയാക്കേണ്ടത് വെള്ളത്തിലിട്ട് ശുദ്ധിയാക്കുക. ദിക്ർ ചൊല്ലി ശുദ്ധിയാക്കേണ്ടത് ദിക്ർ ചൊല്ലി ശുദ്ധിയാക്കുക. അപ്പൊ കൽബ് സോപ്പും വെള്ളം കൊണ്ട് ഇങ്ങനെ കേക്ക് കൊണ്ട് ശുദ്ധിയാകും. ആ പുറങ്ങനെ പോകും നല്ലാതെ, എങ്ങനെ നല്ലത് ഉള്ളു ശുദ്ധിയാവോ? ഉള്ളു ശുദ്ധിയാവേണ്ട ദിക്ർ കൊണ്ടാണ്. അപ്പൊ ദിക്ർ തന്നെ കൊടുക്കണം.
അങ്ങനെയാണ്. ഇപ്പൊ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ചണ്ടിയിട്ട് രാമച്ചത്തിന്റെ ചണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വരക്കും. നമ്മളെ തള്ളക്കൈയിലൊക്കെ കൈകാണെങ്കിൽ ഏതെടുക്കല് ഒന്നിരിക്ക ചകിരി എടുക്കും അല്ലേ? അല്ലെങ്കിലോ അതിനായിട്ട് കൈകണ ഒരു സാധനം ഉണ്ട്. എന്താ പറയാ, പേരുണ്ടല്ലോ, അതിന്റെ പേര് കയ്യിലും കുടുക്കൊക്കെ. പണ്ടൊക്കെ കുടുക്ക തേച്ചോറിലൊക്കെ ഇപ്പൊ എന്റെ ഉമ്മാന്റെ കൂടെയൊക്കെ ഞാൻ കുറെ കുടുക്ക തേച്ചോറിയിട്ടുണ്ട്. ഒരു ശീലെടുക്കും, കൈക്കല കണ്ട പറയും മലപ്പുറം ജില്ലയിൽ. നിങ്ങളെ ജില്ലയിൽ എന്താ പറയാവോ? കൈക്കല കണ്ടെടുക്കും. എന്താ കൈക്കല കണ്ടത്തില് മറ്റേ കുറച്ച് വെണ്ണൂറൊക്കെ തേക്കും. വെണ്ണൂറൊക്കെ തേച്ചിട്ട് അങ്ങനെ കുടുക്കന്റെ ബാക്കിൽ ഇങ്ങനെ ഒതുക്കി കൊടുക്കും. കുടുക്ക ഇങ്ങനെ കറക്കും ചോദിച്ചു, ഇങ്ങനെ ഒരുക്കി കൊടുക്കും ചോദിച്ചു. നിങ്ങളത്തെ വിചാരിച്ചതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെ വരച്ചെടുക്കും, എന്നിട്ട് ഇങ്ങനെ വെള്ളം പാർന്നു കൊടുക്കും. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ വരച്ചെടുക്കും. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അതൊക്കെ കഴുകാൻ വേണ്ടി കമ്പി ചകിരിയായി. അതേപോലെ അതിന്റെ കമ്പിന്റെ ഒരു കഴുകുന്ന സാധനങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പൊ അതിന്റെ അല്ലാതെ ആ കമ്പി ചകിരി എടുത്തുകൊണ്ട് മേത്തത്തെ ചളികളെ വേണ്ടി വരക്കാൻ പറ്റുമോ? വരച്ചൊക്കെ ഉണ്ട്, കോലടറിയും. രണ്ടാമത്തെ ദിവസം തോലിന്റെ നിറട് പോയിട്ടുണ്ടാവും, തോലിനെ പോയിട്ടുണ്ടാവും. അത് പറ്റൂലല്ലോ. അപ്പൊ ഓരോന്നിന്റെ ഉണ്ട്. ഇപ്പൊ വാഹനം ചകിരി എടുത്താണ്ട് വാഹനം കേൾക്കാൻ പറ്റുമോ? പറ്റൂല. വാഹനം കേൾക്കാൻ അതിൻ്റെതായ സാധനം എടുക്കണം. അങ്ങനെയാണ്. ഓരോന്നിൻ്റെതായ ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. ഖൽബ് ശുദ്ധിയാക്കേണ്ടത് എന്തുകൊണ്ടാണ്? ദിക്ർ കൊണ്ടാണ് ഖൽബ് ശുദ്ധിയാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് നാളെ പറയാം. അല്ലാഹുമ്മ ജഅൽനാ മിനത് തൗവാബിൻ, അതിപ്പോ വിശദീകരിച്ചു. തൗബയുടെ കവാടങ്ങൾ ഒന്നാം ഭാഗം. അല്ലാഹുമ്മ ജഅൽനാ മിനത് തൗവാബിൻ ഒന്നാം ഭാഗം നമ്മൾ വിശദീകരിച്ചു. 2 വജഅൽനാ മിനൽ മുതതഹിരീൻ, എന്താ? ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല. എന്താണ് ശുദ്ധി? നാളെ ഇൻഷാ അല്ലാഹ് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് ഒന്നുകൂടി പറയുമെന്ന് പറയണ്ട ഇൻഷാ അല്ലാഹ്. അത് കമന്റിൽ ഒന്ന് അറിയിച്ചു കൊടുക്കിട്ടോ. ആ 5 കാര്യങ്ങൾ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മജ്ലിസ് ഉണ്ട്, മറക്കണ്ട. അവസാന ഒറ്റയിട്ട രാവാണ്. അതുകൊണ്ട് ഒറ്റയിട്ട രാവായത് കൊണ്ട് ആരും അതിന്റെ മഹത്വങ്ങൾ നമ്മൾ കാണാതെ പോവരുതെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് കൃത്യം 9:15 100 ഇസ്തിഗ്ഫാർ ചൊല്ലി നരകമോചനത്തിന്റെ രാവുകളാണ്. നരകമോചനത്തിന്റെ പ്രത്യേക ദുആയുണ്ട്. ആ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആയിരിക്കും. നരകമോചനത്തിന്റെ പ്രത്യേക ദുആയുണ്ട്. നരകമോചനത്തിന്റെ പ്രത്യേക ദുആ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ആ ദുആ ഇന്ന് നമ്മൾ 70 തവണ നമ്മൾ ദുആയിരിക്കും. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം വലിയ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസെല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2 അയൽവാസികൾ തമ്മിൽ വർഷങ്ങളായി പിണക്കത്തിലായിരുന്നു. നിലാവ് കേട്ടവരെ മിണ്ടി ഉസ്താദേ, അൽഹംദുലില്ലാഹ്, സന്തോഷം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ തൗബ നീ കബൂലാക്കുക അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്ർ അല്ലാഹ് വലിയ മഹത്വമുള്ള ദിക്റാണ്. വലിയ മഹത്വമുള്ള ദിക്റാണ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്ർ. അവസാന 10 ഓരോ വിശ്വാസിയും ചൊല്ലേണ്ട ദിക്റാണ്. ഓരോ വിശ്വാസിയും മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ദിക്റാണ്. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റബ്ബേ. സ്വീകരിക്കണം അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ.
وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലുക അല്ലാഹുമ്മ അല്ലാഹുവേ അഅ്തിഖ്നി നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ് ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ് വാദിഖിൽ ജന്ന സ്വർഗ്ഗത്തിൽ കടത്തിത്തരണേ അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് കൊടുക്കുന്നവനാണ് ഞങ്ങളോട് നീ മാപ്പാക്കണേ ഞങ്ങളോട് നീ മാപ്പാക്കണേ റബ്ബ് നമുക്ക് മാപ്പ് തരുന്നതാ അല്ലാഹ് നമ്മോട് പൊറുക്കുന്നതാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദിക്ർ ചൊല്ല അർത്ഥം ആലോചിച്ച് ചൊല്ലണം اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار
وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني أرحم الراحمين يا ربي മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ ഈ പവിത്രമായ റമളാനിന്റെ അവസാനത്തെ പത്തിലെ ഈ മുത്തുമുഅ്മിനീങ്ങൾ ഒരുമിച്ച് നിന്നിലേക്ക് ഉയർത്തിയ ഈ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ് നീ ഞങ്ങളെ ഖായിബാക്കി മടക്കല്ലേ നാദാ പാപഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഞങ്ങളോട് നീ പൊറുക്ക റബ്ബേ പാപഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഞങ്ങൾക്ക് നീ പൊറുക്ക അല്ലാഹ് എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നീ ഞങ്ങൾക്ക് നീ അഫ്വ നൽകണേ റബ്ബേ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിന്റെ അകത്ത് അനുഭവിക്കുന്നവരാണ് ഞങ്ങള് ഈ റമദാനിന്റെ അവസാനത്തെ 10 സാക്ഷിയാക്കി നിന്നോട് ചോദിക്കുകയാണ് നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് വിശ്വാസങ്ങളെ മോചിപ്പിക്കുന്ന രാവുകളാണ് നരകമോചനം ഞങ്ങൾക്ക് നൽക അല്ലാഹ് നിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വഖൂദുഹന്നാസ് വൽ ഹിജാറ നരകമെന്നുള്ള ഭയാനകമായ തീകൊണ്ടാരത്തിൽ കത്തിക്കപ്പെടുന്നത് പാറക്കല്ലുകളും മനുഷ്യരുമാണ് റബ്ബേ മനുഷ്യരെ നരകത്തിൽ വലിച്ചെറിയുമല്ലോ പാറക്കല്ലുകളെ കല്ലുകളെ കത്തിക്കുമല്ലോ മനുഷ്യരെ കത്തിക്കുമല്ലോ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഭയാനകമാണ് പേടിയുള്ളതാണ് അല്ലാഹ് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളെ പേടിയുള്ളതാണ് റബ്ബേ റഹ്മാനായ അല്ലാഹ് റഹീമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ നീ ഞങ്ങൾക്ക് അഫ്വ നൽകണേ റഹ്മാനേ നീ ഞങ്ങൾക്ക് അഫ്വ നൽകണേ റഹ്മാനേ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ ഞങ്ങളെ ഒരാളെയും നീ നരകത്തിൽ എറിയല്ല അല്ലാഹ് ഞങ്ങളെ ഉസ്താദുമാര് ഭാര്യ ഭർത്താവ് മക്കളെ മരുമക്കൾ പേരമക്കൾ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാര് അറിവിന്ദിലാവിന്റെ റമളാനിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങള് അല്ലാഹ്
നരകത്തിന്റെ വിറകുകൊള്ളികളാക്കല്ലേ റബ്ബേ. ഏതെങ്കിലും തെറ്റ് കാരണം ഞങ്ങളെ നരകത്തിലേക്ക് നീ വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, 100 ആളുകളെ കൊന്ന ഒരാള് തൗബ ചെയ്തപ്പോ തൗബ സ്വീകരിച്ച അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങൾ, ഞങ്ങളെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ എണ്ണവും പെരുപ്പവും എടുത്തു നോക്കുമ്പോ ഭയാനകമാണ്. അത് ഭയാനകമാണ് റഹ്മാനെ, അത് ഭയാനകമാണ് റഹ്മാനെ. നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെടണേ റഹ്മാനെ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് ഏകാന്തതയിൽ കിടക്കുന്ന ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പിന്നാലെ ബാപ്പ, ഞങ്ങളെ ഉമ്മാവമാര് ഉപ്പാപ്പമാര്, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹുവേ, 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 നീ എല്ലാം മാപ്പാക്ക് റബ്ബേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബിയേ, അവിടുത്തെ പവിത്രമായ കുബ്ബയെ നോക്കിയിട്ട് ഞങ്ങളെ വീട്ടിന്റെ അകത്തിരുന്ന് ഞങ്ങൾ അങ്ങയോട് സലാം പറയുന്നു നബിയേ. പരിശുദ്ധമായ പുണ്യ റമദാനിന്റെ മഹത്തായ അവസാന 10 ഞങ്ങളോട് വിട പറയുമ്പോ നബിയേ, നബിയേ, ഈ ഉമ്മമാര് അവരുടെ വീടുകളിൽ ഇരുന്ന് ആ കുബ്ബ നോക്കിയിട്ട് സലാം പറയുന്നു തങ്ങളെ. ഈ ഉപ്പമാര് അവരെ വീട്ടിന്റെ അകത്തിരുന്നിട്ട് അങ്ങയുടെ പരിശുദ്ധമായ കുബ്ബ നോക്കിയിട്ട് സലാം പറയുന്നു തങ്ങളെ. അവിടെ നിന്ന് ഞങ്ങളോട് സലാം അടക്കണേ നബിയേ. ഈ ചെറുപ്പക്കാര് കുഞ്ഞുമക്കളടക്കോ തങ്ങളെ, ആ പരിശുദ്ധമായ കുബ്ബ കണ്ടിട്ട് ഞങ്ങളെ സലാം പറയുകയാണ്. വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, അവിടെയൊന്ന് വരുവാൻ, അവിടത്തേക്കുള്ള അണയാൻ, ആ കുബ്ബയുടെ ചാരയൊന്ന് വന്നിരിക്കാൻ. മദീന ഞങ്ങളെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. മദീന ഞങ്ങളെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. മദീന ഞങ്ങളെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. മദീന. അല്ലാഹുവേ, 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 തങ്ങളെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. തങ്ങളെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. തങ്ങളെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ.
അല്ലാഹുവേ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ബാപ്പമാരുണ്ട്, മദീനത്ത് പോവാൻ കഴിഞ്ഞിട്ടില്ല. മുത്തുതങ്ങളോട് നേരിട്ടൊന്ന് സലാം പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ കുബ്ബയൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മനോഹരമായ ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ഞങ്ങളെ കുബ്ബ കാണുമ്പോ ഞങ്ങളെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാഹ് ഒരു നാൾ അവിടെ ഒന്ന് പോവണോ, ഒരു നാൾ അവിടെ ഒന്ന് പോവണം. അല്ലാഹ് ഒരു നാൾ അവിടെ ചെന്ന് മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് ഞങ്ങളുടെ വിഷമങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ഞങ്ങളെ കൊണ്ട് നടക്കുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്വലാത്തുകൾ ദിവസവും ചൊല്ലുന്ന ഞങ്ങളെ പുന്നാര ഹബീബ്. ആര് സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സ്വലാത്തുകൾ ആര് കുറ്റം പറഞ്ഞാൽ ഞങ്ങളെ സ്വലാത്തിനെ ചേർത്ത് പിടിക്കുന്നു. അല്ലാഹ് ഞങ്ങൾക്ക് സ്വലാത്താണ് വലുത്. സ്വലാത്ത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുന്നത്. ഞങ്ങളെ രോഗം മാറുന്നത് സ്വലാത്ത് കൊണ്ടാണ്. ഞങ്ങളെ ക്ഷീണം മാറുന്നത് സ്വലാത്ത് കൊണ്ടാണ്. ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് സ്വലാത്ത് കൊണ്ടാണ്. ഞങ്ങൾക്ക് എല്ലാം നീ നൽകുന്നത് സ്വലാത്ത് കൊണ്ടാണ്. നീയും നിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് ഖുർആൻ നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ. ജനങ്ങളെ, നിങ്ങളും ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നിന്റെ ഖുർആനിന്റെ ആയത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ റഹ്മാനെ. അതുകൊണ്ടാണ് അർവിന്ദിലാമിന്റെ മജ്ലിസിൽ ഇരുന്ന് ഉമ്മമാര് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നത്. അല്ലാഹുവേ, എല്ലാം ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് തങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം വേണം. ഈ ഉമ്മമാരെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് പുണ്യ റസൂലുള്ളാഹിനെ കണ്ടവരെ? ഞങ്ങൾക്കും ഒരു നാള് കാണണോ, ഒരു നാള് മദീനത്ത് പോവണോ, ഒരു നാള് മക്കത്ത് പോവണോ. അതിനുള്ള വിധി കൂട്ടണം അല്ലാഹ്, അതിനുള്ള വിധി കൂട്ടണം അല്ലാഹ്, അതിനുള്ള വിധി കൂട്ടണം അല്ലാഹ്. തങ്ങളെ അല്ലാഹ് മരണസമയത്ത് തങ്ങൾ ഞങ്ങളെ മുന്നിൽ വരണേ. തങ്ങളെ മരണസമയം ആരും ഉണ്ടാകൂലല്ലോ, ഒറ്റപ്പെടുന്ന സമയമാണ്. തങ്ങളെ തങ്ങൾ ഞങ്ങളെ മുമ്പിലേക്ക് വരണേ. തങ്ങളെ ഖബറിലേക്ക് ഞങ്ങളെ ഇറക്കി വച്ച ഇരുട്ട് നിറഞ്ഞ ഖബറല്ലേ, വെളിച്ചമില്ലാത്ത ഖബറല്ലേ, ആ ഖബറിലേക്ക് തങ്ങള് വരണം നബിയേ. ആ തങ്ങള് ഞങ്ങളിലേക്ക് ഖബറിലേക്ക് വരണം നബിയേ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഞങ്ങള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിലേക്ക് തങ്ങളെ പ്രകാശം വരണം നബിയേ. അവിടെ നിന്ന് ഞങ്ങളെ ഖബറിലേക്കൊന്ന് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല നബിയേ. പിന്നെ ഞങ്ങളെ ഖബർ സ്വർഗമാണ് റസൂലേ, പിന്നെ ഞങ്ങളെ ഖബർ സ്വർഗമാണ് റസൂലേ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അറിവിന്നിലാമ കുടുംബങ്ങള് അല്ലാഹ് ഞങ്ങളെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ യാ റസൂലല്ലാഹ് അവിടുത്തെ പ്രകാശം ഞങ്ങളെ ഖബറിലേക്ക് തരണേ നബിയേ. അല്ലാഹുവേ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള സർവ മുറാദും ഹാസിലാക്കി തരണമല്ലാ. മുത്തുനബി യതീമായിട്ടാണ് വളർന്നത്. കുഞ്ഞുനാളിലെ ഉമ്മയില്ലാതെ പാപ്പയില്ലാതെ വളർന്ന ഞങ്ങളെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് യതീമായി വളർന്ന മുത്തുനബി, യതീമായി വളർന്ന മുത്തുനബി അല്ലാഹ് ഞങ്ങളെ കൂട്ടത്തിൽ യതീമക്കളെ
ഞങ്ങൾ പോറ്റുകയാണ് റബ്ബേ. യതീമക്കൾക്ക് അറിവിന്നിലാവിന്റെ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും ഒരുമിച്ച് കൂടി വീടൊരുക്കി കൊടുക്കുകയാണ് അല്ലാഹ്. അറിവിന്നിലാവിന്റെ ഉമ്മാമമാര്, അറിവിന്നിലാവിന്റെ ഉമ്മമാര്, അറിവിന്നിലാവിന്റെ ഉപ്പാപ്പമാര്, അറിവിന്നിലാവിന്റെ ഉപ്പമാര്, അറിവിന്നിലാവിന്റെ ചെറുപ്പക്കാരികൾ, കുഞ്ഞു പൂമ്പാറ്റ മക്കള്, സാദാതീങ്ങളും ഉസ്താദുമാരും പണക്കാരും പാവങ്ങളും ബിസിനസ്സുകാരും സാധാരണ കൂലിപ്പണിക്കാരും ഡ്രൈവർമാരും എല്ലാവരും ഒരുമിച്ചോടി അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ യതീമക്കൾക്ക് വീടൊരുക്കുന്നു അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് കാരണം ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ നീ യതീമാക്കല്ല അല്ലാഹ് റബ്ബേ. അത് കാരണം സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു വീട് തരണേ അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു വീട് തരണേ അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു വീട് തരണേ അല്ലാഹ്. ഞങ്ങളെ മുത്തു റസൂലുള്ള യതീമായിട്ടാണ് വളർന്നത്. യതീമിനെ ചേർത്ത് പിടിച്ചവരെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ആ ഒരു വിശ്വാസത്തിലാണ് റബ്ബേ ഞങ്ങളെ ഉമ്മമാര് യതീമക്കൾക്ക് വേണ്ടി സ്വർണ്ണങ്ങൾ നേർച്ചയാക്കിയവരെ. ഇന്നും എത്ര സഹോദരിമാരാണ് യതീമക്കളുടെ വീട് നിർമ്മാണത്തിലേക്ക് സ്വർണ്ണങ്ങളെ കൊണ്ടുവന്നവര്, സംഭാവനകൾ കൊണ്ടുവന്നവരെ, നേർച്ചയാക്കിയവര്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. തൗബയുടെ കവാടങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. റബ്ബേ, മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബി യാ മന്നാൻ തുബ്തു യാ റഹ്മാൻ സാല ഐനൈനി ദിതു യാ സുബ്ഹാൻ. റബ്ബി യാ മന്നാൻ തുബ്തു യാ റഹ്മാൻ സാല ഐനൈനി ദിതു യാ സുബ്ഹാൻ. പവിത്ര റമളാൻ രാവിൽ കൈകൾ നീട്ടി തേടി സ്വർഗവാതിൽ തുറന്നേനി സ്വീകരിക്കനാദാ. മജ്‌ലിസിനെ നോക്കണേ നിൻ റഹ്മത്താലെ കാക്കണേ. പാപമെല്ലാം മായ്ക്കണേ നീ ഖൽബിലങ്കലിലാക്കണേ. മജ്‌ലിസിനെ നോക്കണേ നിൻ റഹ്മത്താലെ കാക്കണേ. പാപമെല്ലാം മായ്ക്കണേ നീ ഖൽബിലങ്കലിലാക്കണേ. തഹ്ർ ഖുലൂബനാ തഹ്ർ നുഫൂസനാ സാല ഐനൈനി തുബ്തു യാ റഹ്മാൻ. തഹ്ർ ഖുലൂബനാ തഹ്ർ നുഫൂസനാ സാല ഐനൈനി തുബ്തു യാ റഹ്മാൻ. പവിത്ര റമളാൻ രാവിൽ കൈകൾ നീട്ടി തേടി സ്വർഗവാതിൽ തുറന്നേനി സ്വീകരിക്കനാദാ. പവിത്ര
പവിത്രമാ റമളാൻ രാവിൽ കൈകൾ നീട്ടി തേടി സ്വർഗവാതിൽ തുറന്നേനി സ്വീകരിക്കരാതാ മജ്‌ലിസിനെ നോക്കണേൻ റഹ്മത്താലെ കാക്കണേ പാപമെല്ലാം മായ്ക്കണേ ഖൽബ് ലംഘലിലാക്കണേ തഹ്ർ ഖുലൂബനാ തഹ്ർ നഫ്സനാ തഹ്ർ ഖുലൂബനാ തഹ്ർ നഫ്സനാ തഹ്ർ ഖുലൂബനാ തഹ്ർ നഫ്സനാ തഹ്ർ ഖുലൂബനാ തഹ്ർ നഫ്സനാ യാ റഹ്മാൻ യാ സുബ്ഹാൻ യാ റഹ്മാൻ യാ സുബ്ഹാൻ. അല്ലാഹുവേ പരിശുദ്ധമായ പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവന്മാരെ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.